നമസ്കാരം. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ചതായ FCRA ഭേദഗതി ബിൽ, അതായത് വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ, പാർലമെന്റിനകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധത്തിനും ഒച്ചപ്പാടിനും തിരികൊടുത്തിരിക്കുകയാണ്. രാജ്യത്തെ മത ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയും മറ്റിതര സാമൂഹ്യ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന വിവാദങ്ങളാണ് അല്ലെങ്കിൽ വ്യവസ്ഥകളാണ് ഈ പുതിയ ഭേദഗതി ബില്ലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം അതുപോലെ തന്നെ മത ന്യൂനപക്ഷ സമൂഹങ്ങളൊക്കെയും ഈ വിഷയം സംബന്ധിച്ച് വളരെ ആശങ്കയിലാണ്. ഈ സാഹചര്യത്തിൽ ഈ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ എന്താണ്, അതെങ്ങനെയാണ് ആശങ്കയ്ക്ക് വഴിതെളിക്കുന്നത്? ഇവിടെ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുകയാണ്. ഈ വിഷയം സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ്, അതുപോലെ തന്നെ നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് ഫോർ ജസ്റ്റിസ് ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജെയ്സ് പാണ്ടനാട് എന്നിവർ ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. സ്നേഹപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുന്നു. പ്രാരംഭമായി തന്നെ FCRA ബില്ലിലെ ഈ ഭേദഗതിയെക്കുറിച്ചാണ്, ഭേദഗതിയിലെ വ്യവസ്ഥകളെക്കുറിച്ചാണ് ഇത്രത്തോളം ആശങ്ക ഉണ്ടാക്കത്തക്ക രീതിയിൽ എന്താണ് ഈ ഭേദഗതിയിലെ ഈ വ്യവസ്ഥകൾ ഈ ന്യൂനപക്ഷ സമൂഹത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ആശങ്ക ഉണ്ടാകുന്ന തരത്തിൽ ഇങ്ങനെ ഒരു ഭേദഗതി ബില്ലിൽ അതിലെ വ്യവസ്ഥകൾ എന്താണ് ഈ ആശങ്കയ്ക്ക് കാരണം? FCRA അമെൻമെന്റ് ബിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു അമെൻമെന്റ് ബില്ലാണെന്ന് പോലും മനസ്സിലാക്കാതെ ആദ്യമായി കൊണ്ടുവന്ന ബില്ലാണെന്നുള്ള നിലയിൽ സംസാരിക്കുന്നവരുണ്ട്. ആദ്യമായി FCRA ബിൽ വരുന്നത് 1976-ലാണ്. നമുക്കറിയാം, 75 കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഭാരത ചരിത്രത്തിലെ അടിയന്തരാവസ്ഥയും മറ്റുമായിട്ട് വരുന്ന ആ ഒരു നിയന്ത്രണത്തിൻ്റെ കാലഘട്ടത്തിൽ വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന പണം ദുരുപയോഗപ്പെടുത്തുന്നു, അത് രാജ്യത്തിനെതിരായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ചിന്ത അത് ശക്തമായ സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഫോറിൻ കറൻസിയെ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ആക്റ്റാണ് FCRA ആക്ട് എന്ന് പറയുന്നത്. അത് അതിനുശേഷം പല തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്. 2010-ലും അതിനുശേഷം 2016-ലും 2018-ലും ഒക്കെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. FCRA ഫണ്ടിന്റെ ഫോറിൻ കറൻസിയുടെ ദുരുപയോഗം നടക്കുന്നോ എന്ന് ചോദിച്ചാൽ നടക്കുന്നു എന്നതാണ് സത്യം. പല സംഘടനകളും അത് ഏത് പർപ്പസിന് വേണ്ടി കൊണ്ടുവരുന്നോ ആ പർപ്പസിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു എന്നത് സത്യമാണ്. സത്യത്തെ നമ്മൾ നിഷേധിക്കാനൊന്നും തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. രാജ്യത്ത് നടക്കുന്ന സമരങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുക, സർക്കാരിനെ എതിർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക, അങ്ങനെയൊന്നും അത് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, ഈ നിയമം അനുസരിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, പത്രപ്രവർത്തകർക്ക്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇവർക്കൊന്നും FCRA ഫണ്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയൊക്കെ നിയന്ത്രണം ഉള്ളപ്പോൾ അത് ശക്തമാക്കുന്നതിനോട് ആർക്കും എതിർപ്പില്ല. എല്ലാ കാലത്തും അത് ശക്തമാക്കേണ്ടത് ആവശ്യമാണ്. രാജ്യ സുരക്ഷയ്ക്ക് പ്രധാന പരിഗണന കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നാം എല്ലാവരും. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് പറഞ്ഞേക്കുന്ന അധികാരം ദൈവം നൽകുന്നതാണ്. അതുകൊണ്ട് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും രാജ്യം സുരക്ഷിതത്വത്തോടു കൂടി മുൻപോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. എന്നാൽ ഇപ്പോഴത്തെ നിർദ്ദിഷ്ട FCRA ഭേദഗതി ബിൽ പലതരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിലവിൽ തന്നെ FCRA ഉള്ള പല സംഘടനകൾക്കും ചില നിസ്സാര കാര്യങ്ങളുടെ പേരിൽ FCRA നിഷേധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പേരിലുള്ള ചെറിയ വ്യത്യാസം, അങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളുടെ പേരിൽ FCRA നിഷേധിച്ച ഇൻസ്റ്റൻസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത് തുടരുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അതുണ്ട്. ഇങ്ങനെ ഇത് തുടരുമ്പോൾ പുതിയ ബില്ലിലെ വ്യവസ്ഥകളിൽ 2 വ്യവസ്ഥകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തത്, FCRA വാങ്ങുന്ന സംഘടനകൾ, നമുക്കറിയാം FCRAയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് 20,000-ലധികം സംഘടനകളുടെ രജിസ്ട്രേഷൻ എടുത്ത് കളഞ്ഞു. എന്നാൽ ഇപ്പോൾ ഉള്ള 16,000-ഓളം സംഘടനകളിൽ ഇതിന്റെ ചുമതലക്കാരെ ശിക്ഷിക്കുവാനുള്ള പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ അതിന് വളരെ ശക്തമായ വ്യവസ്ഥകളുണ്ട്. അത് 2010-ൽ തന്നെ, അതിനു മുൻപ് FCRA ഫണ്ട്, ഉദാഹരണമായിട്ട് A എന്ന് പറയുന്ന ഏജൻസിക്ക് FCRA ഫണ്ട് കിട്ടുമെന്ന് വിചാരിക്കാം. അവർക്ക് FCRA ലൈസൻസ് ഇല്ലാത്ത B, C, D, E, F എന്ന് തുടങ്ങി എത്ര സംഘടനകളുമായി ചേർന്ന് വേണേലും ഫണ്ട് ഷെയർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ 2010-ലെ അമെൻമെന്റ്, ഞാൻ മാർത്തോമാ സഭ ട്രസ്റ്റി ആയിട്ടിരുന്ന ആളാണ് 14-17 കാലഘട്ടത്തിൽ, അതുകൊണ്ട് ഈ വ്യവസ്ഥകളുമായിട്ട്
വളരെ പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നതാണ്. അന്നേരം അവിടെ ഇപ്പം KCC ജനറൽ സെക്രട്ടറി എന്ന നിലയിലും FCRA ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അന്നേരം അവിടെ പറയുന്നത് ഒരു കാരണവശാലും FCRA പണം ലഭിക്കുന്ന ഒരു ഏജൻസിക്ക് അത് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കത്തില്ല. ഉദാഹരണമായി നമുക്ക് ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ നേരിട്ടൊരു കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടി വേറൊരു സംഘടനയെ ഏൽപ്പിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ ഇപ്പം വളരെ ശക്തമാണ്. FCRAയുടെ ലൈസൻസ് പോലും 5 വർഷത്തേക്കാണ്. അതിന്റെ റിന്യൂവലിന്റെ സമയത്ത് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് അത് റിന്യൂ ചെയ്ത് കൊടുക്കുന്നത്. റിന്യൂ ചെയ്ത് ലഭിക്കാത്ത സംഘടനകൾ വളരെയധികം ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് FCRA ഫണ്ടിന്റെ ദുരുപയോഗം വന്നാൽ അതിന്റെ ചുമതലക്കാരായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടും. അതിലും നമുക്ക് എതിർപ്പൊന്നുമില്ല. കാരണം ഞാനൊരു സംഘടനയുടെ ചുമതലയിൽ വന്നാൽ ആ സംഘടനയുമായി ബന്ധപ്പെട്ട അതിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ പഠിക്കേണ്ട ഉത്തരവാദിത്വം. നിയമം അറിയാതിരിക്കുക എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല എന്നത് നിയമത്തിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ്. അതുകൊണ്ട് ചുമതലകളിലിരിക്കുന്നവർക്ക് വീഴ്ച പറ്റിയാൽ, ഇപ്പം ഞാൻ ഒരു സംഘടനയുടെ ചുമതലക്കാരനായിട്ടിരിക്കുമ്പം സംഘടനയുടെ കണക്കുകൾ നോക്കുന്നത് ചിലപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വൈകാരിയസ് ലയബിലിറ്റി ഉണ്ട്. കാരണം എനിക്ക് വേണ്ടിയാണ് അവർ കണക്ക് നോക്കുന്നത്. അതുകൊണ്ട് ലയബിലിറ്റി എനിക്കുണ്ട്. അതിന്റെ ചുമതലക്കാരനെ ശിക്ഷിക്കണം എന്ന് പറയുന്ന ക്ലോസും അതും വിവാദമാണ്. എന്നാൽ അതിനോട് എനിക്ക് യോജിപ്പാണ്. കാരണം ഉത്തരവാദിത്തപ്പെട്ടവൻ ഉത്തരവാദിത്വത്തോടു കൂടി ഇടപെടേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇവിടെ വിവാദപരമായ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ ഒരു പ്രത്യേക ക്ലോസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്ലോസ് എന്താണെന്ന് ചോദിച്ചാൽ, FCRA ഫണ്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടന, ആ സംഘടന FCRA ലൈസൻസ് പുതുക്കുന്നില്ല എന്ന് വിചാരിക്കും. പല കാരണങ്ങൾ കൊണ്ട് പുതുക്കാതിരിക്കാം. പണ്ട് ഞങ്ങൾക്ക് FCRA പണം ലഭിച്ചിരുന്നു, ഇപ്പോൾ അങ്ങനെയുള്ള വിദേശ ഏജൻസികളുമായിട്ടോ വിദേശത്തുള്ളവരുമായിട്ടോ നമുക്ക് സഹകരണമില്ല. ഈ വിദേശ ഏജൻസി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലുള്ള പല സഭകളും വിദേശത്തുള്ള അവരുടെ സഭാംഗങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സംഭാവന ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഉദാഹരണമായിട്ട് ഇപ്പൊ മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ഒരു ഭദ്രാസനം തന്നെയുണ്ട്. അവിടെ നിരവധി ഇടവകളുണ്ട്. അവിടെ നിന്നും ലഭിക്കുന്ന പണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും അവിടെ പോയി ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികളുടെ സംഭാവനയാണ്. അതാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടുത്തെ സഭാംഗങ്ങളാണ്. അതെ, ഇവിടുത്തെ സഭാംഗങ്ങളാണ്. അവരിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സ്തോത്ര കാഴ്ചയും മറ്റു സംഭാവനകളും ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. ഇത് നമ്മൾ കൊണ്ടുവരുന്നത് മതപരമായ പ്രവർത്തനത്തിന് മാത്രമാണ് എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഇനി മതപരമായ പ്രവർത്തനത്തിന് മാത്രം എന്ന് പറയുന്നതിനേക്കാൾ മതപരമായ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുക, ഇതിനൊക്കെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ രാജ്യത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഫോറിൻ പണം ഇവിടെ വന്നത് കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഇന്നത്തെ മുഖച്ഛായ തന്നെ മാറ്റിയത്. നമുക്കറിയാം, വിദേശ മിഷണറിമാർ ഇവിടെ വന്ന് അവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിന്റെ മുഖച്ഛായ മാറ്റിയത്. ഈ രാജ്യത്തിന് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ രംഗങ്ങളിൽ എല്ലാം ഉണ്ടായ പുരോഗതി വിദേശ മിഷണറിമാരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട്. വിദേശ മിഷണറി എന്ന് പറയുമ്പോൾ വിദേശ പൗരൻ ഇവിടെ വന്ന് ആതുര ശുശ്രൂഷ നടത്തുമ്പോൾ അവന്റെ പണം വിദേശ പണം എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസിയാണ്. ആ ഫോറിൻ കറൻസിയുടെ ഗുണം ഇക്കാലം അത്രയും അനുഭവിച്ച ഒരു സമൂഹമാണ് ഭാരത സമൂഹം. അതുകൊണ്ട് തന്നെ ഇന്നലകളിലുണ്ടായ നന്മ ഒരു സുപ്രഭാതത്തിൽ കണ്ണടച്ച് ഇല്ല എന്ന് പറയുന്നത് ചരിത്രത്തെ മറക്കുന്നതിന് തുല്യമാണ്. ചരിത്രത്തെ മറന്നാൽ ചരിത്രം അത് ക്ഷമിക്കില്ല എന്നത് സത്യമാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇങ്ങനെയുള്ള പണം കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഈ രാജ്യത്ത് നിന്ന്, കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ റേസ് ചെയ്ത പണത്തിന്റെ കൂടെ ആ പണവും ചേർത്ത് ഒരു കെട്ടിടം ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ഉദാഹരണമായി 4 നിലയുള്ള ഒരു കെട്ടിടം പണിഞ്ഞു, 50 മുറികളുണ്ട് എന്ന് വിചാരിക്കുക. ഈ 50 മുറികളിൽ ഒരു മുറി പണിയുന്നതിനാവശ്യമായ പണം വിദേശത്തുള്ള മലയാളിയായിട്ടുള്ള ഒരു ക്രിസ്ത്യാനി സംഭാവന ചെയ്തു. അവൻ വിദേശത്തും മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പും ഉള്ളത് കൊണ്ട് അവന്റെ പണം എന്ന് പറയുന്ന ഫോറിൻ കറൻസിയാണ്. ഈ 50 മുറികളിൽ ഒന്നിന്റെ പണം ആ വിദേശത്തുള്ള മലയാളിയായ നമ്മുടെ സഭാംഗമായ ഒരാൾ തന്നെ തന്നു എന്നതിന്റെ പേര് FCRA ലൈസൻസ് പുതുക്കാതിരുന്നാൽ
ഈ കെട്ടിടം മുഴുവനായിട്ട് കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാമെന്ന പുതിയ അമെന്റ്മെന്റ് വന്നേക്കുന്നത്. അതായത് 50-1 മാത്രമേ ഉള്ളൂ. ഈ 50-1 പണം അവിടുന്ന് മുടക്കി എന്നതിന്റെ പേരിൽ, അതായത് ഇതിൽ അവർ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടിടം പൂർണ്ണമായിട്ട് അങ്ങ് എടുക്കാമെന്ന് പറയുന്നു. ഇനിയും നമ്മളിത് പുതുക്കാത്തതിന് പല കാരണങ്ങൾ ഞാനത് ഇടയ്ക്ക് സൂചിപ്പിച്ചു. ഉദാഹരണമായി, പണ്ട് നമുക്ക് FCRA ഫണ്ട് ലഭിച്ചിരുന്നു, ഇപ്പം ലഭിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ ഇനി എന്തിനാ ഈ ലൈസൻസ്? നമുക്കറിയാം, ലൈസൻസ് പുതുക്കുന്നതിന്റെ നൂലാമാലകൾ വളരെയധികം. എന്തിനാ നമ്മൾ പുതുക്കാൻ പോകുന്നത്? അതുകൊണ്ട് പുതുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് പുതുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നലകളിൽ വരെ ലഭിച്ച ആസ്തി അല്ലെങ്കിൽ ആ ഫണ്ട് ഭാഗികമായെങ്കിലും ഉപയോഗിച്ച ആസ്തി സർക്കാർ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് നിയമത്തിന് നിരക്കുന്നതല്ല. ഇനി അതിനൊരു കുറ്റകൃത്യം ഉണ്ടെന്ന് പോലും വിചാരിക്കുക. രാജ്യത്തെ നിയമം അനുസരിച്ച് നമുക്കറിയാം, ക്രിമിനൽ ലോ അല്ലെ പണിഷ്മെന്റ് നിയമങ്ങൾ എന്ന് പറയുന്നത് ഏത് ദിവസം ഇനാക്ട് ചെയ്യപ്പെടുന്നോ ആ ദിവസം മുതൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാകാവൂ. ഉദാഹരണമായി, ഞാൻ ഒരു കൊലപാതകം ചെയ്തു. കൊലപാതകത്തിന് ഇന്ന് നിലവിലുള്ള ശിക്ഷ അനുസരിച്ച് എന്നെ ശിക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ, നിയമം അനുസരിച്ച് ശിക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നാളെ ഇതിലും കഠിനമായ നിയമം കൊണ്ടുവന്നാൽ അത് എനിക്ക് ബാധകമല്ല. കാരണം ഈ തെറ്റ് സംഭവിച്ചത് നിയമം കൊണ്ടുവരുന്നതിന് മുൻപുള്ള കാലയളവിൽ. അന്നേരം ശിക്ഷണ നടപടികൾ ഒരു കാരണവശാലും റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ പോകുന്നത് നിയമത്തിന്റെ ബേസിക് പ്രിൻസിപ്പിളിന് തന്നെ നിരക്കുന്നതല്ല. അന്നേരം ഈ നിയമം പുതുക്കിയില്ല എന്നതിന്റെ പേരിൽ ഇത് ആസ്തി പിടിച്ചെടുക്കാം. ഇനി നിയമം പുതുക്കാതിരുന്നു എന്ന് വേണ്ട, ഞാൻ പുതുക്കാൻ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്താലും കൊടുത്ത സമയത്തൊന്നും ഇത് പുതുക്കി കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം കഴിഞ്ഞ തവണ തന്നെ FCRA ലൈസൻസ് പുതുക്കുവാൻ അപേക്ഷ കൊടുത്തവർക്ക് വർഷങ്ങൾ കഴിഞ്ഞാണ് കിട്ടിയത്. കാരണം അവിടെ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. ഇത് ഓരോന്നും പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് കൃത്യസമയത്ത് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു ടൈം, എന്തെങ്കിലും കാരണം പറഞ്ഞ് സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു സമയം വന്നാൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ അവസരമുണ്ട്. ഇത് സസ്പെൻഡഡ് ആയിട്ടുള്ള ടൈമിലും ഇവർക്ക് ഇത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിൽ ഒരു കരിനിയമം. ഈ കരിനിയമത്തിന്റെ പേരിൽ ഈ ആസ്തി പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ, ഒരു നീതിബോധമുള്ള വ്യവസ്ഥയിൽ ഒരിക്കലും സാധ്യമല്ല. സാർ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വ്യവസ്ഥ, അതിൻ്റെ കൂടെ തന്നെ ഇതോടൊപ്പം ഇതിലെ ദോഷകരമായി ബാധിക്കുന്ന മറ്റു വ്യവസ്ഥകളുണ്ടോ? മറ്റു വ്യവസ്ഥകൾ ഡയറക്റ്റായിട്ട് നമ്മെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നുമല്ല. കാരണം ഇതിൽ 4-5 വ്യവസ്ഥകൾ കൊണ്ടുവന്നെങ്കിലും ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളിലാണ് ഡിസ്പ്യൂട്ട് ഉള്ളത്. അതിൽ തന്നെ ആദ്യത്തേത് ഉൾക്കൊള്ളുവാൻ ഞാൻ വ്യക്തിപരമായി തയ്യാറാണ്. കാരണം ശിക്ഷ നൽകേണ്ടിയിരിക്കുന്നു. ഈ പിടിച്ചെടുക്കുന്നതാണ് നീതിബോധമില്ലാത്തത്. ഇനി അതിൽ മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാനൊരു കോളേജ് നടത്തുന്നു എന്ന് വിചാരിക്കുക. ഞാനാണ് ഇപ്പോഴത്തെ അതിന്റെ ചുമതലക്കാരൻ. കോളേജ് 1950 തുടങ്ങിയാണെന്ന് വിചാരിക്കുക. 1965 അല്ലെങ്കിൽ പോട്ടെ 1980 ആ കോളേജിന് FCRAയിൽ നിന്നൊരു 5 ലക്ഷം രൂപ ലഭിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ അതിന്റെ ചുമതലക്കാരനായിരിക്കുന്ന ഞാൻ തീരുമാനിക്കുന്നു ഇനി FCRA ലൈസൻസ് പുതുക്കുന്നില്ല. അത് എന്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയതാണ്. ഈ കോളേജിന്റെ ആസ്തി മുഴുവൻ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിട്ടുള്ള അസറ്റാണ്. ഇതിൽ ആകെ 5 ലക്ഷം രൂപയെ FCRAയുടെ വന്നിട്ടുള്ളൂ. ആ FCRA പണം വന്ന കാലഘട്ടത്തിലെ ചുമതലക്കാർ യാതൊരു തെറ്റും ചെയ്തില്ല. ഇപ്പോൾ ഇരിക്കുന്ന ഞാൻ ആ തെറ്റ് ചെയ്തത്. ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ ഇക്കാലം അത്രയും ഈ നാടിന് മഹത്തരമായ സംഭാവന ചെയ്ത ആ കോളേജ് കണ്ടുകെട്ടണമെന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഇവർ പ്രൊപ്പോസ്ഡ് ബില്ലിൽ പറയുന്നത് ഈ സ്വത്ത് കണ്ടുകെട്ടണം, കണ്ടുകെട്ടിയതിന് ശേഷം വേണ്ടി വന്നാൽ അത് വിൽക്കാം, വിറ്റിട്ട് അതിന്റെ അസറ്റ് ലഭിക്കുന്നതായിട്ടുള്ളത് ലേലം ചെയ്യാം. ഇത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് പോകും. ഇനി ഇതൊരു ആരാധനാലയമാണെങ്കിൽ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എന്നത് വ്യക്തമല്ലേ? അല്ലെങ്കിൽ അത് പരാമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരാധനാലയമാണെങ്കിൽ അത് നടത്താനായിട്ട് ക്രമീകരണം ചെയ്യാം. ഇങ്ങനെയൊക്കെ വളരെ വിവാദപരമായിട്ടുള്ള ഈ ക്ലോസ് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല, രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ഭൂഷണമല്ല. ആ രീതിയിൽ ഇത് എതിർക്കപ്പെടേണ്ടതാണ്. ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു, ഇത് നിയന്ത്രിക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിയന്ത്രിക്കണം, മിസ്യൂസ് ചെയ്യപ്പെടുന്നത് നിയന്ത്രിക്കണം. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ, വിദേശത്ത് പോകണമെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണമല്ലോ. പാസ്പോർട്ട് ഇല്ല എങ്കിൽ വിദേശത്ത് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ എതിർക്കാൻ പറ്റുമോ?
അതുപോലെയല്ലേ ഇതും ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ചു. എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, വിദേശത്ത് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. ഞാൻ 2 വർഷം സൗദിയിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ സൗദിയിൽ ഇപ്പോൾ പോകുന്നതല്ല, വിദേശ രാജ്യത്ത് പോകുന്നില്ല, പാസ്പോർട്ടും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് അവിടെ ജോലി ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ച ശമ്പളം തിരിച്ചടക്കണമെന്ന് പറഞ്ഞാൽ അത് റീസണബിൾ ആണോ? അതേപോലെ മാത്രമേ ഉള്ളൂ. FCRA ലൈസൻസ് പുതുക്കി കിട്ടാതെ വന്നാൽ നിലവിലുണ്ടായിരുന്ന അസറ്റ് പിടിച്ചെടുക്കണമെന്ന് പറയുന്നത് അത് രാജ്യത്തിന് ഭൂഷണമല്ല, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല, മതേതര സംസ്കാരത്തിന് ഭൂഷണമല്ല, നീതിബോധമുള്ള ഒരു ജനതയ്ക്കും അത് ഭൂഷണമല്ല. അതുകൊണ്ട് ഈ വിവാദ വ്യവസ്ഥ മാറ്റിയതിന് ശേഷം മാത്രമേ ആ ബില്ലുമായി പ്രൊസീഡ് ചെയ്യാവൂ എന്നാണ് കേന്ദ്ര സർക്കാരിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് പ്രത്യേകമായ ഒരു മതത്തിന് വേണ്ടി ഒന്നുമല്ല. ഞാനീ പറഞ്ഞത് ക്രിസ്തു മതത്തിന് വേണ്ടിയല്ല. ഒരു മതത്തിലും പെടാത്ത കുറെ സുഹൃത്തുക്കൾ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നാളെ അവരത് പുതുക്കുന്നില്ല എന്നും പറഞ്ഞ് ഇന്നലകളിൽ കൊണ്ടുവന്നത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ഏത് നിയമത്തിനാണ് അംഗീകരിക്കാൻ സാധിക്കുന്നത്? ഇനിയും നമ്മുടെ ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അല്ലെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പ്രധാനമന്ത്രി അല്ല പ്രധാനമന്ത്രി എന്നും പറഞ്ഞ് ഇദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം റദ്ദ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഇദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ലഭിച്ച ആനുകൂല്യങ്ങൾ തിരിച്ചടക്കണമെന്ന് പറയാൻ പറ്റും. ഇതൊന്നുമല്ല, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ ഞാൻ അങ്ങനെ ആ രീതിയിലേക്ക് പോകണം. തിരിച്ചു വരാം. പാസ്റ്റർ ജെയ്സ് അങ്ങൊരു സാമൂഹ്യ നിരീക്ഷകൻ കൂടെയാണ്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ പ്രസക്തമായ ഒരു ചോദ്യം എനിക്ക് ഈ വിഷയമായിട്ട് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടം എന്താണ്? 1. 2, ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഈ ബില്ലിലെ വിവാദ വ്യവസ്ഥകളെക്കുറിച്ച് പ്രകാശ് സാർ പറഞ്ഞു കഴിഞ്ഞു. പ്രകാശ് സാർ പറഞ്ഞതുപോലെ ഈ നിയമം ഭേദഗതി ചെയ്യുന്ന നിയമത്തെക്കുറിച്ച് സഭയ്ക്ക് യാതൊരു എതിർപ്പുമില്ല. കാരണം രാജ്യസുരക്ഷ ആവശ്യമാണ്, സമ്പത്തിൻ്റെ ഫണ്ടിൻ്റെ സുതാര്യത ഉറപ്പാക്കണം, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ, ഇതൊക്കെ പ്രധാനമാണ്. അതിനെയെല്ലാം സഭ മാനിക്കുന്നുണ്ട്. പക്ഷേ രാജ്യസുരക്ഷയുടെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കഴുത്ത് ഞെരിച്ച് ഇല്ലാതാക്കുന്നതിന് നമ്മൾ എതിർക്കുന്നത്. കാരണം FCRA ഓൾറെഡി ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുന്ന സംഘടനകളാണ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് നിലവിലുള്ള FCRA നിയമങ്ങൾ കൊണ്ട് തന്നെ ശിക്ഷിക്കാൻ പര്യാപ്തമാണ്. കാരണം എത്ര പേരുടെ രജിസ്ട്രേഷൻ പോയി, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുടെ രജിസ്ട്രേഷൻ പോയിട്ടുണ്ട്, പലരെയും പുതുക്കിയിട്ടില്ല, പലരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ആ നിലവിലുള്ള നിയമം തന്നെ ആളുകളെ ശിക്ഷിക്കാൻ പര്യാപ്തമായിരിക്കുമ്പോൾ തന്നെ കർശനമായ വ്യവസ്ഥകളാണ് കൊണ്ടുവന്നത്. അതിലേറ്റവും കൂടുതൽ സഭ ഭയപ്പെടുന്ന വിഷയം പ്രകാശ് അവിടെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അത് ഇതാണ് പാർലമെൻറ്റ് അവതരിപ്പിച്ച ബില്ല്. ഇതാണ് 2010 FCRA നിയമം. അതിൽ ഈ പറഞ്ഞതാണ്, ആസ്തികൾ, ആരാധനാലയങ്ങൾ, സമ്പത്ത് മറ്റൊരു അതോറിറ്റിയിലേക്ക് കൊണ്ടുവരിക. ഒരു അതോറിറ്റി പറയുന്നുണ്ട് അതിനകത്ത്. ആ അതോറിറ്റിയിലേക്ക് കണ്ടുകെട്ടുക. ആ അതോറിറ്റി സർക്കാരിൻ്റെ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് ഇത് മാറ്റാനും ലേലത്തിൽ കൊടുക്കാൻ പോലും പറ്റുന്ന രീതിയാണ്. നമ്മൾ കൊടുത്ത അപേക്ഷ തിരസ്കരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിശ്ചിത കാലാവധിക്കുള്ളിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ നമുക്ക് പുതുക്കാൻ പറ്റിയില്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസലായാൽ എന്ത് സാങ്കേതിക കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രശ്നമുണ്ടാകും. അതിനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് 14B വലിയ പ്രശ്നമാണ്. അത് സർക്കാരിന് ഭയങ്കര വീറ്റോ പവറാണ്. 14B, 16A-യും 16A6 ഒക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഈ പ്രധാനപ്പെട്ട ചില വിവാദ വ്യവസ്ഥകൾ മാറ്റണമെന്ന് മാത്രം നമ്മൾ പറയുന്നു. അത് മാത്രമല്ല, ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്റ്റേറ്റിന് ഇനി പറ്റത്തില്ല, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കണം എന്ന് പറയുന്നത് അന്വേഷണം നടത്താൻ പോലും അത് പ്രധാന വിഷയമാണ്. മറ്റൊന്ന് 50% ഭരണച്ചെലവ് 20% ആക്കി മാറ്റി. അത് നമ്മുടെ നമ്മുടെ റണ്ണിങ്ങിനെ, ശമ്പളം കൊടുക്കുന്നതിനെ, പ്രശ്നങ്ങളെയൊക്കെ ബാധിക്കും. ഇത് പ്രധാനമായി സഭയുടെ തണലിൽ ജീവിക്കുന്ന ഒത്തിരി സന്നദ്ധ സംഘടനകളുടെ തണലിൽ ജീവിക്കുന്ന അഗതികളും തെരുവിലലിയുന്ന കുട്ടികളും വയോജനങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. സർക്കാർ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കൂടെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പുറകിൽ, തീവ്രവാദത്തിൻ്റെ പുറകിൽ, ദേശവിരുദ്ധ പ്രവർത്തന പുറകിലൊക്കെ സാമ്പത്തിക ഉറവിടമുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് അറിയാം. ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, ആയുധ ഇടപാടുണ്ട്, കറൻസി ഉണ്ട്, വ്യാജ കറൻസികൾ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിനെല്ലാം കൃത്യമായി നേരിടാനും രാജ്യസുരക്ഷ കൃത്യമായി ഉറപ്പ് വരുത്താനും സഭ, സ്റ്റേറ്റിനും സർക്കാരിനും എല്ലാ പിന്തുണയുണ്ട്. പക്ഷേ ഇതിൻ്റെ മറവിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതാണ് ഞാൻ പ്രത്യേകമായി പറയാൻ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ 10-15 വർഷമായി നടന്നിട്ടുള്ള നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഈ നിയമത്തിൻ്റെ പിന്നിലും എക്സിക്യൂട്ടീവിന് കൂടുതൽ അധികാരം കൊടുക്കുകയാണ്.
അത് സാറ് അവിടെ പറഞ്ഞല്ലോ. ഒന്ന്, ഫെഡറൽ തത്വങ്ങൾക്കെതിരായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മൗലിക അവകാശങ്ങൾ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 25, 26 പറഞ്ഞിരിക്കുന്ന മതസ്വാതന്ത്ര്യങ്ങൾ, മൈനോറിറ്റിക്ക് പ്രത്യേകമായ റൈറ്റുണ്ട്. ആർട്ടിക്കിൾ 29, 30 ഒക്കെ പ്രത്യേകമായ മൈനോറിറ്റി റൈറ്റുണ്ട്. അവർക്ക് സ്ഥാപനങ്ങൾ നടത്താൻ, അവർക്ക് മതപരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ എല്ലാം അധികാരങ്ങൾ, സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയെല്ലാം കൃത്യമായി ഹനിക്കുന്ന രീതിയിലേക്ക് എക്സിക്യൂട്ടീവിൻ്റെ ഒരു സമഗ്രാധിപത്യം ഇതിന് പിന്നിലുണ്ട്. ഇതിൻ്റെ ഒരു രഹസ്യ അജണ്ട എന്ന് പറയുന്നത് മതപരിവർത്തനത്തിന് ഫണ്ട് വരുന്നു എന്നൊരു പ്രചാരവേല വ്യാപകമായി രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇവിടെ മതപരിവർത്തനത്തിന് ഒരു ഫണ്ടിങ്ങും ഇല്ല. കാരണം ഒരാൾ മതം മാറുന്നത് അതിന് പിന്നിൽ സാമ്പത്തികമായ പ്രലോഭനങ്ങളില്ല. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ഒരാൾ വരുന്നതിൻ്റെ പിന്നിലെ പ്രചോദനം സാമ്പത്തികമല്ല. അത് മാത്രമല്ല, മതം മാറാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യത്ത് ആർക്കും അവൻ്റെ മതം മാറാൻ ആർട്ടിക്കിൾ 25, 26 പറയുന്നുണ്ട്. റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. അത് പ്രാക്ടീസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും കൊണ്ട് നടക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇപ്പോൾ മതം മാറി വന്നവർ തിരിച്ചു പോകുന്നുണ്ട്. റീകൺവേർഷൻ തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ വിവാദമല്ല. ക്രിസ്ത്യാനിലേക്ക് വരുമ്പോഴാണ് വിവാദമാകുന്നത്. പിന്നെ അംബേദ്കർ മതം മാറിയില്ല, ലക്ഷക്കണക്കാക്കരുമായിട്ടാണ് മതം മാറിയത്. അശോകൻ ബുദ്ധമതിലേക്ക് മതം മാറിയിരുന്നു. രജപുത്രന്മാരുടെ കാലത്ത് വലിയ മതം മാറ്റങ്ങൾ നടന്നിരുന്നു. ഗാന്ധിയുടെ മകൻ ഹരിലാൽ, അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് മതം മാറിയ ആളാണ്. അതുപോലെ തന്നെ നിവേദിത എന്ന് പറഞ്ഞൊരു പരിധിയുണ്ട്. അവർ അയർലൻഡിലെ ഒരു പുരോഹിതന്റെ മകളാണ്, മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്ന് പറയുന്നത്. അവരെ സ്വാമി വിവേകാനന്ദ ഹിന്ദുമതത്തിലേക്ക് മതം മാറ്റിയതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മതമാറ്റം നടക്കുന്നുണ്ട്. ഇത് ഭരണഘടന അസംബ്ലിയിൽ തന്നെ ഡിബേറ്റ് വന്നതാണ്. ഈ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന കൺവേർഷനിലേക്ക് നയിക്കുമല്ലോ. അന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതാണ്, ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയുന്നില്ലെങ്കിൽ ജനാധിപത്യമല്ലത്. ജനാധിപത്യം ചലനാത്മകമാകണമെങ്കിൽ രാഷ്ട്രീയം മാറാനും മതം മാറാനും ഒക്കെ കഴിയണം. രാഷ്ട്രത്തിനൊരു മതമില്ല. അതാണ് സെക്കുലറിസം എന്ന് പറയുന്നത്. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഇവിടെ 99% ക്രൈസ്തവർ ഇന്ത്യയിലായാലും ഇന്ത്യക്ക് ഒരു ക്രിസ്ത്യൻ രാജ്യമാകാൻ പറ്റത്തില്ല. 99% മുസ്ലിങ്ങളായാലും ഇന്ത്യക്ക് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആകാൻ പറ്റത്തില്ല. കാരണം സ്റ്റേറ്റിന് മതമില്ല, സ്റ്റേറ്റിന് മതഗ്രന്ഥമില്ല. ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, മതമില്ലാത്തവനും പറ്റും, അത് പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് മതം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് മാറാം. അപ്പോൾ ഇവിടെ വലിയ വ്യാപകമായി മതമാറ്റം നടക്കുന്നു. അതിൻ്റെ പിന്നെ വലിയ ലോബിയിങ് ഉണ്ട്, അതിൻ്റെ പിന്നെ വലിയ ഫണ്ടിങ് ഉണ്ടെന്ന് തെറ്റായ പ്രചാരവേല നടക്കുന്നത്. കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ പ്രകാശ് സാറ് പറഞ്ഞല്ലോ, ഇവിടെ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിദേശത്തെ NRI മണി ഓർഡർ എക്കോണമിയാണ്. നമ്മളത് രാജ്യത്തിൻ്റെ, കേരളത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതും മണി ഓർഡർ എക്കോണമി തന്നെയാണ്. എല്ലാവരും അത് പറയുന്നുണ്ടല്ലോ. അത് പ്രധാനമന്ത്രി വിദേശത്ത് ചെല്ലുമ്പം പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പം പറയുന്നുണ്ട് നേഴ്സുമാരുടെ ജോലിയെക്കുറിച്ച്, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് തെറ്റായൊരു പ്രചാരവേലയാണ്. ഇതിൻ്റെ പിന്നെ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാൻ കാരണം, സമീപകാലത്തുണ്ടായ എല്ലാ നിയമനിർമ്മാണങ്ങളും എക്സിക്യൂട്ടീവിന് അധികാരം കൂടുതൽ കൊടുക്കുന്നതാണ്. എക്സിക്യൂട്ടീവ് ജനാധിപത്യപരമായി നാട്ടിലെ പൗരന്മാരെ അവിടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന, ഇപ്പം UAP നിയമമാകട്ടെ, 13 സ്റ്റേറ്റുകളിൽ നിലനിൽക്കുന്ന മതപരിവർത്തന നിരോധന നിയമം, ആ മതപരിവർത്തന നിരോധന നിയമം ഭരണഘടനയ്ക്കെതിരാണ്, ഭരണഘടന വിരുദ്ധമാണ്. തീർച്ചയായിട്ടും. ആർട്ടിക്കിൾ 21 പേഴ്സണൽ ലിബർട്ടിയാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ് പറയുന്നത്. എനിക്ക് ഏത് ഡ്രസ്സ് ഉപയോഗിക്കണം, ഞങ്ങളുടെ വീട്ടിൽ ഏത് ആഹാരം കറി പാകം ചെയ്യണം, ഏത് സിനിമ കാണണം, ഏത് പുസ്തകം വായിക്കണം, ആരുടെ പാട്ട് കേൾക്കണം, ഏത് പൂജാവിഷയത്തെ, ഏത് ദേവനെ പൂജിക്കണം, ഏത് ദൈവത്തെ ആരാധിക്കണം, ഇതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതാണ് ആർട്ടിക്കിൾ 21. ആ വ്യക്തി സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് എനിക്കൊരു മതം സ്വീകരിക്കാൻ ഞാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ പെർമിഷൻ വാങ്ങിക്കണമെന്ന് പറയുന്നത് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള എക്സിക്യൂട്ടീവിൻ്റെ കടന്നുകയറ്റമാണ്. മനസ്സിലായോ? അത് UPയിലെ ഒരു ജില്ലയിലെ, അല്ലെങ്കിൽ ബീഹാറിലെ ഒരു ജില്ലയിലെ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ പോലീസ് സൂപ്രണ്ടിൻ്റെ പെർമിഷൻ വേണം. എന്ത്? എനിക്ക് മതം സ്വീകരിക്കാൻ. അത് ആർട്ടിക്കിൾ 21 നഗ്നമായ ലംഘനമാണ്. 25, 26 നഗ്നമായ ലംഘനം. എക്സിക്യൂട്ടീവിൻ്റെ പരമാധികാരം ഒരു പൗരൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് ഈ 13 സ്റ്റേറ്റുകളിലും നിലനിൽക്കുന്ന മതപരിവർത്തന നിരോധന നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ സ്ഥാനമൊഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് 13 സ്റ്റേറ്റുകളിൽ നിലനിൽക്കുന്ന കേസുകൾ ഒരുപോലെ ക്ലബ് ചെയ്ത് കേൾക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം റിട്ടയർഡായി, കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കേസ് നടക്കുകയാണ്, സുപ്രീം കോടതി നടക്കുകയാണ്. അതുപോലെ തന്നെ ഈ നിയമത്തിനകത്തും എക്സിക്യൂട്ടീവിൻ്റെ പരമാധികാരമുണ്ട്. ഈ 14B ഒക്കെ പറയുന്നത് വീറ്റോ പവറാണ്. കാരണം ഒരു സ്റ്റേറ്റ് നേരിട്ട് തന്നെ പിടിച്ചെടുക്കുകയാണ്. ആസ്തിയും ആരാധനാലയങ്ങളും സമ്പത്തും
പിടിച്ചെടുക്കുകയും അതോറിറ്റിയിലേക്ക് ഇത് കൊണ്ടുവരികയും അത് പിന്നെ അവർ സ്റ്റേറ്റിൻ്റെ കൈവശം വെക്കുകയോ ലേലം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നൊരു സ്വാതന്ത്ര്യമാണ്. അതിനകത്തൊരു പകുതി മതി, പകുതി പ്രവാസികളും പകുതി ഒരു ചെറിയ ശതമാനം മതി വിദേശ ഫണ്ട് ആയാൽ പോലും പിടിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്റ്റേറ്റിനുണ്ട്. അതുകൊണ്ട് എക്സിക്യൂട്ടീവിൻ്റെ സമഗ്ര ആധിപത്യം ആണ് സമീപകാലത്തെ എല്ലാ നിയമനിർമ്മാണങ്ങളിലും കാണുന്നത്. അത് ആൻറ്റി കൺവേർഷൻ ബില്ലിലുണ്ട്, അത് FCRയുടെ പരിഷ്കരണത്തിലുണ്ട്. കാരണം ഇങ്ങനെ ഈ പേഴ്സിക്യൂഷൻ എന്ന് പറയുന്നത് ശാരീരികമായ പീഡനം മാത്രമല്ല, പേഴ്സിക്യൂഷൻ ലീഗൽ ഡിസ്ക്രിമിനേഷൻ പേഴ്സിക്യൂഷനാണ്. പേഴ്സിക്യൂഷൻ ഇപ്പോൾ ലോകത്തെമ്പാടും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യ 11ാം സ്ഥാനത്താണ്. പീഡനം എന്ന് പറയുന്നത് ശാരീരിക പീഡനം മാത്രമല്ല, കരിനിയമങ്ങളിലൂടെ, ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചു പ്രകാശ് സാറ്, കരിനിയമങ്ങളിലൂടെ നമ്മുടെ പണ്ട് ടാഡ ഒക്കെ പറയുന്നത് പോലെ UAP എന്ന് പറയുന്ന പോലെ കരിനിയമങ്ങളിലൂടെ ആളുകളെ ഇങ്ങനെ പീഡിപ്പിക്കുക, ലീഗൽ ഡിസ്ക്രിമിനേഷൻ, ഭരണഘടനാപരമായി അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കുക, അവരെ രണ്ടാം തര പൗരന്മാരായിട്ട് കാണുക. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ക്രിസ്തുമസ് ആഘോഷിക്കാൻ നോർത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിലും പറ്റിയില്ല. ക്രിസ്മസിന് അവധിയില്ല. പെസഹയ്ക്കും ദുഃഖവെള്ളിയാഴ്ചയ്ക്കും പിന്നെ അല്ലെങ്കിൽ ഹോസാന ഞായറാഴ്ചയും ഒക്കെ പരിശീലനങ്ങൾ വെക്കുക, ട്രെയിനിങ് വെക്കുക, കോച്ചിങ് വെക്കുക, എക്സാം വെക്കുക. ഇങ്ങനെയാണ് നിരന്തരമായി പിന്നെ കരിക്കുലത്തിലും സിലബസിലും ചരിത്രത്തിലും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വിശേഷ ദിവസങ്ങളിലുമൊക്കെ സംഘപരിവാറിന് അജണ്ടകൾ പെനിട്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് കൃത്യമായി ഇതിൻ്റെ പിന്നിൽ ഒരു സംഘപരിവാർ അജണ്ടയുണ്ട്, ഒരു രാഷ്ട്രീയം ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സേവന സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഭേദഗതി ബില്ലാണ്. അതിന് പിന്നിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയമുണ്ട്. പ്രകാശ് സാറിലേക്ക് ഞാൻ വരികയാണ്. ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് മറ്റു മതസംഘടനകളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം ആശങ്ക ഉയർത്തിയിരിക്കുന്ന ക്രൈസ്തവ സഭകളും പ്രസ്ഥാനങ്ങളുമാണ്. ഇത് ക്രൈസ്തവ സഭകളെയും പ്രസ്ഥാനങ്ങളെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? അതായത് നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുൻപ് നേരത്തെ ജയ്സാർ സൂചിപ്പിച്ചു 50% എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അത് 20 കൊണ്ടുവരുന്നതിനെ കുറിച്ച്. ഞാനത് പരാമർശിക്കാത്തത് വ്യക്തിപരമായി എന്നെയോ അല്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനകളോ സംബന്ധിച്ച് അതും ഒരു പ്രശ്നമല്ല. കാരണം ഭാരതത്തിലെയോ അല്ലെങ്കിൽ കേരളത്തിലെയോ ക്രൈസ്തവ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം FCRIയിലൂടെ ലഭിക്കുന്ന പണത്തിന്റെ 20% പോലും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയി എടുക്കുന്നില്ല. ഉദാഹരണമായി വയനാട്ടിൽ ദുരന്തം നടന്നു. അവിടുത്തെ പ്രയാസത്തിലിരിക്കുന്നവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ദുരിതാശ്വാസത്തിന് വേണ്ടി വിദേശ രാജ്യത്തു നിന്ന് നമ്മൾ ഒരു 20 ലക്ഷം രൂപ പിരിച്ചുകൊണ്ട് വന്നെന്ന് വിചാരിക്കും. ആ 20 പിരിച്ചു വന്നതിന്റെ കൂടെ 20-25 ലക്ഷം രൂപ കേരളത്തിൽ നിന്നുകൂടെ പിരിച്ചാണ് നമ്മളവിടെ ദുരിതാശ്വാസത്തിന് ചെലവാക്കുന്നത്. അതുകൊണ്ട് ഈ വിദേശത്തു നിന്ന് കൊണ്ടുവന്നതിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് ഒരു പൈസ പോലും 1% പോലും എടുക്കാത്ത സംഘടനകളാണ് ക്രൈസ്തവ സംഘടനകൾ ബഹുഭൂരിപക്ഷം. അതുകൊണ്ടാണ് അതും ഞാനൊരു പ്രശ്നമായിട്ട് പറയുന്നത്. ഇവിടെ ഈ ക്രൈസ്തവ സഭകളെ അല്ലെങ്കിൽ സംഘടനകളെ ഇത് ദോഷമായി ബാധിക്കും എന്ന് പറയാൻ കാരണം എന്താണെന്നാണ് സാർ ചോദിച്ചത്. ഇവിടെ ഈ രാജ്യത്തെ ലൈസൻസ് റദ്ദാക്കിയ സംഘടനകൾ, അതിൽ നമുക്കറിയാം മുസ്ലിം സംഘടനകളുണ്ട്, ക്രൈസ്തവ സംഘടനകളുണ്ട്. എന്നാൽ ഹിന്ദു സംഘടനകളുടെ എണ്ണം അതിൽ കുറവാണ് എന്നൊരു നിരീക്ഷണം. അതെല്ലാവരും പെർഫെക്റ്റ് ആയി നടത്തുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അടുത്ത ദിവസം ഒരു പ്രമുഖ അഡ്വക്കേറ്റ് ഇങ്ങനൊരു വിവാദ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അതായത് ഇതിന്റെ ഒരു കാര്യം, ഞാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി വരുന്നതെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ഫയലിൽ എന്തെങ്കിലും ഒരു കൊറിയിട്ട് അവിടെ വെക്കാനായിട്ട് സാധിക്കും. ആ കൊറി കറക്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുക്കേണ്ടി വരും. അതേസമയം എനിക്ക് വേണമെങ്കിൽ അവിടെ കണ്ണടയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഇതുവരെ എന്തുകൊണ്ട് നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ നടക്കുന്ന നേതൃത്വം കൊടുക്കുന്ന വലിയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ അവരുടെ FCRI നഷ്ടമായി എന്ന് പറഞ്ഞിട്ടില്ല? കാരണം അവർക്കാർക്കും ഇതുവരെ പ്രയാസം ആരും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് ചെയ്തത് 100% ട്രാൻസ്പെറന്റ് ആയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. കഴിഞ്ഞ ചർച്ചകളിലെല്ലാം നമ്മുടെ നിരന്തരമായ ചർച്ചയ്ക്ക് വരുന്ന ഒരാളുണ്ടല്ലോ, കഴിഞ്ഞ ചർച്ചകളിലെല്ലാം ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതാണ്. കാരണം ഫണ്ട് എല്ലാവരും വായിക്കുന്നു, ആശ്രമങ്ങളിൽ ഫണ്ട് വരുന്നു, പിന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ വരുന്നു, അതിനെല്ലാം പ്രശ്നമല്ലല്ലോ. പിന്നെ ക്രൈസ്തവർക്ക് മാത്രം എന്താ പ്രശ്നം? ഈ പോക്കറ്റ് അടിക്കാൻ അവൻ്റെ പോക്കറ്റ് അടിക്കാറില്ല.
പോക്കറ്റടിക്കാൻ അവൻ്റെ പോക്കറ്റടിക്കാറില്ല. ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് വിവേചനം കൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സംഘടനകൾ വരുന്നതിനേക്കാൾ കൂടുതൽ ഫണ്ട് ഇപ്പം ഹരികൃഷ്ണ പ്രസ്ഥാനമാകട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഈ 1700-ൽ 17,000-ന് 3,000-ഓളം മാത്രമേ ഉള്ളൂ ക്രൈസ്തവ സംഘടനകൾ. ബാക്കി ബഹുഭൂരിപക്ഷവും ഹിന്ദു സംഘടനകളാണ്. ഈ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു, ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് ഇത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു പാർട്ടിയെ കൊണ്ട് ഇത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ സംശയത്തോടെ കാണുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കൊരാളോട് മുൻവിധി ഉണ്ടാകണമെങ്കിൽ ഇന്നലകളിൽ അദ്ദേഹം ചെയ്തത് നമ്മുടെ മനസ്സിൽ നൽകുന്ന ചില പാഠങ്ങൾ, ആ പാഠങ്ങളാണ് നാളകളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലകളിലെ ഇടപെടലിൽ FCRA ലൈസൻസ്, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, FCRA ഫണ്ട് മിസ്യൂസ് ചെയ്യുന്ന സംഘടനകളുണ്ട്. ജയ്സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പലതരത്തിലുള്ള വിദേശ ഫണ്ടുകൾ ഉപയോഗിക്കുന്ന സംഘടനകൾ വളരെയധികം ഉണ്ട്. അതിലൊന്നും ഇടപെടുന്നതിന് ഞങ്ങൾ എതിരല്ല, ഞങ്ങൾ അതിന് കൂടുണ്ട്. എന്നാൽ ഈ വിദേശ വിനിമയ ചട്ടം അനുസരിച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന പല സംഘടനകളിലും നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ അത് കറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് കറക്റ്റ് ചെയ്തിട്ടും അത് പുതുക്കി കൊടുക്കാത്ത കേസസ് വളരെയധികം ഉണ്ട്. അത് ക്രൈസ്തവ സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ ഇത് ദോഷമായി ബാധിക്കാൻ ഒരു സാധ്യത അവിടെ കാണുന്നു. അതിനേക്കാളുപരി പ്രത്യക്ഷത്തിൽ ഒരു തെളിവുണ്ട്. ഈ ബില്ല് കേന്ദ്ര പാർലമെന്റില് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ അവിടെ പറഞ്ഞു, വിദേശ പണം ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തുന്നവരെ നിയന്ത്രിക്കാനാണ് ഇത്. അതിൽ നിന്ന് തന്നെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണല്ലോ. ജയ്സാർ പറഞ്ഞതുപോലെ കാശ് കൊടുത്താൽ മതപരിവർത്തനം നടക്കുമെങ്കിൽ കാശ് കൊടുത്ത് ആർക്കും എങ്ങോട്ട് വേണേലും കൺവേർട്ട് ചെയ്യാവുന്നു. കാശ് നോക്കുമ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിനുള്ളതിനേക്കാൾ കാശ് മറ്റു മതങ്ങൾക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അങ്ങോട്ട് വേണേൽ കാശ് കൊടുത്തും കൺവേർട്ട് ചെയ്യാവില്ല. കാശ് കൊടുത്ത് കൺവേർട്ട് ചെയ്യട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. അങ്ങനെയെങ്കിലും പാവപ്പെട്ടവന് കാശ് കിട്ടും, അവന്റെ ജീവിത രീതിക്ക് മാറ്റം വരുന്നെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്നതാണ്. അല്ലെ, സ്റ്റേറ്റിന് ഈ പണം സാധാരണക്കാർക്ക് കൊടുത്താൽ മതി. സ്റ്റേറ്റ് അവരുദ്ദേശിക്കുന്നത് കൺവേർഷൻ ആണെങ്കിൽ ഛത്തീസ്ഗഡിലെയും ബീഹാറിലെയും ജാർഖണ്ഡിലെയും ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും ദളിതർക്കൊക്കെ സ്റ്റേറ്റ് അവർക്ക് കൊടുത്താൽ മതി. അവർക്ക് കടപ്പാടമില്ലാത്തതുകൊണ്ടും അവിടെ ദാരിദ്ര്യവും നിസ്സഹായാവസ്ഥയാണല്ലോ പറയുന്നത്. അവിടെ ദാരിദ്ര്യം മാറ്റാനും അവർക്ക് വീട് വെച്ച് കൊടുക്കാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അവിടെ എല്ലാം സ്റ്റേറ്റ് ഇടപെട്ടാൽ മതി, വിഷയങ്ങൾ മാറും. ഇപ്പോൾ അവിടെ സ്കൂളും അല്ലെങ്കിൽ ആശുപത്രികളും അല്ലെങ്കിൽ നെയ്ത്തുശാലകളും തൊഴിൽശാലകളും എല്ലാം ഉണ്ടായത് മനുഷ്യന്മാർ അവിടെ ചെന്ന ശേഷമാണ്, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന സുശീല പ്രവർത്തന മുഖാന്തരമാണ് ഉണ്ടാകുന്നത്. അതാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ വിദേശ പണം കൊണ്ടൊന്നും അല്ല. കാരണം എന്നാണ് ഈ ഫണ്ടിങ് വരാൻ തുടങ്ങിയത്? 1806 ഇവിടെ ലണ്ടൻ മിഷന്മാർ വന്നു. അന്ന് ഇവിടെ ആർക്കാ ഫണ്ട്? ഇവിടെ പണം ഇവിടെ പിന്നെ സീമസ് മിഷന്മാർ 1816 ഇവിടെ വന്നതാണ്, ലൂതർ മിഷന്മാർ വന്നതാണ്, സാൽവേഷാർ മിഷന്മാർ വന്നതാണ്, അതുപോലെ തന്നെ സറാംപൂർ മിഷന്മാർ വന്നു. ആ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് അവർ ഇവിടെ പ്രവർത്തിച്ച് അയിത്തത്തിനെതിരെ, ജാതിക്കെതിരെ, കുഷ്ഠരോഗത്തിനെതിരെ, മന്ത്രവാദത്തിനെതിരെ, അനാചാരങ്ങൾക്കെതിരെയൊക്കെ പ്രവർത്തിച്ച് സാമൂഹ്യ പ്രവർത്തനം മനസ്സിലാക്കിയ ജനങ്ങൾ ക്രൈസ്തവ ആദർശത്തിലേക്ക് വരികയാണ് ചെയ്തത്. അല്ലാതെ ഫണ്ടിങ് ഒന്നും പിന്നെ ഇല്ല, പണമേ ഇല്ലായിരുന്നു. പലരും ഇവിടെ കിടന്ന് രോഗികളായി മരിക്കുകയായിരുന്നു, ഇവിടെ കിടന്ന് മരിക്കുന്നത്. എത്രയും ബിഷപ്പും ഇവിടെ ആലപ്പുഴ പിന്നെ CSI ക്രൈസ്റ്റ് ചർച്ചിലെ പത്മഹാലാണ് തോമസ് നോട്ടനെ അടക്കിയിരിക്കുന്നത്. ഇവിടെ മാവേലിക്കര ജോസഫ് പീറ്റിനെ അടക്കിയിട്ടുണ്ട്, മേരി ചാമ്മാനെ മാവേലിക്കര അടക്കിയിട്ടുണ്ട്, ഇവിടെ പിന്നെ ഹെൻറി ബേക്കർ ഇവിടെ അടക്കിയിട്ടുണ്ട്, വില്യം കേറിയെ പിന്നെ കൽക്കട്ടയിൽ ഇവിടെ അടക്കിയിട്ടുണ്ട്. പിന്നെ ഡൊറോത്തി 3ാം ഭാര്യയാണ്, 2 ഭാര്യമാർ മരിച്ചുപോയി, 2 കുഞ്ഞുങ്ങളെ പുള്ളി തന്നെയാണ് കൊഴുകുത്തിയ ശവം അടക്കിയത്. അപ്പോൾ അവരെല്ലാം കഷ്ടം അനുഭവിച്ച്, രോഗങ്ങൾ അനുഭവിച്ച്, ഇവിടെയുള്ള രോഗികളായി മരിച്ച്, ഇവിടെ എല്ലാം കുഞ്ഞുങ്ങളൊക്കെ മരിക്കുക. അന്നത്തെ കാലഘട്ടമല്ലേ, കാലാവസ്ഥ, രോഗങ്ങൾ, ഈ വസൂരി, പ്ലേഗ്, പകർച്ചവ്യാധികൾ, ഇങ്ങനെയൊന്നും മരിക്കുക അറിയത്. അപ്പം ഇവരല്ലേ ഈ ക്രൈസ്തവ ആദർശത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് പണം കൊണ്ടൊന്നുമല്ല. അങ്ങനെ പറ്റത്തില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അങ്ങനെ പിടിച്ചേർത്താൻ പറ്റത്തില്ല. അത് ആർക്കും അറിയാത്ത വിഷയമാണ്. ഒരാൾ ക്രൈസ്തവനായി തുടരണമെങ്കിൽ വളരെ റിസ്ക്കാണ്, ത്യാഗപരമായ സേവനമാണ്. കാരണം ഇടുക്കുവാതിലൂടെ കടക്കുകയെന്ന് ബൈബിളിൽ പറയുന്ന പോലെ ഒരാളെ പിന്നെ പ്രലോഭനങ്ങളിലൂടെയോ നിർബന്ധിത മതവിരുദ്ധത്തിലൂടെയോ ശരിയായ വിശ്വാസിയെ, ഒരു ബിലീവറിനെ, ഡിസൈപ്പിളിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരാൾക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് വില കൊടുക്കുന്നവന് മാത്രമേ, കഷ്ടപ്പെടാൻ തയ്യാറെടുക്കുന്നവന് മാത്രമേ. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് ത്യാഗപരമായി ക്രൈസ്തവ സേവനം എന്ന് പറയുന്നത്. ഒരാൾ അങ്ങനെ നിൽക്കത്തില്ല.
100 കോടി രൂപ കൊടുത്ത ഒരാളെ കൊണ്ടുവന്നാൽ 200 രൂപ കൊടുത്ത് അയാളെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ആ പ്രചാരവേല തെറ്റാണ്. കാരണം പണം കൊടുത്തു അതുകൊണ്ടാണല്ലോ ഗർഭാപ്പസി എന്ന് പറഞ്ഞിട്ട് ആരും പോകാതിരിക്കുന്നത്. ഇത്രയും വർഷങ്ങളായി ഇവിടെ ആൾക്കാരെ തിരിച്ചു കൊണ്ടു. കർവാപ്പസിയുടെ രാഷ്ട്രീയം വ്യാപകമായിരുന്നില്ല. എന്നാൽ ആൾക്കാരെ തിരിച്ചു പോകാത്ത? മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് പള്ളികൾ തകർത്തിട്ടും ഞായറാഴ്ച അവർ തെരുവിൽ ആരാധിക്കുന്നത്? മണിപ്പൂരിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പണം കൊടുത്ത് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ മണിപ്പൂരിലെ കലാപ കാലഘട്ടത്തില് 5 തവണ അവിടെ ഞാൻ പോയതാണ്. എന്നെ ആസാ റൈഫിൾസിന്റെ ക്യാമ്പിൽ വരെ പാർപ്പിച്ചിട്ടുണ്ട്. കാരണം സംഘർഷം അവിടെയുള്ള സാഹചര്യം. അങ്ങനെ അവിടെ പോയി എന്നെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം വേറെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അവിടെ പോയി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്. എന്നാൽ അവിടെ ഈ കലാപത്തിൽ മുറിവേറ്റവരും മറ്റുമായിട്ടുള്ളവരെ ചികിത്സിക്കുന്നതിന്, സർജറി നടത്തുന്നതിന് കേരളത്തിൽ നിന്ന് ഡോക്ടേഴ്സുമായിട്ട് ഞാൻ അവിടെ ചെന്നു. സർജറി നടത്താനായിട്ട് കറ്റാനം ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ജെറി ഉൾപ്പെടെയുള്ളവർ എന്നോട് വന്നു. കാങ്കോപ്പി എന്ന് പറയുന്ന ഒരു ജില്ല മുഴുവൻ ഞങ്ങൾ നോക്കിയിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ, സ്വാതന്ത്ര്യം ലഭിച്ച 3/4 നൂറ്റാണ്ട് കഴിഞ്ഞ ഒരു രാജ്യത്ത് ഒരു ജില്ല മുഴുവൻ എടുത്താൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ എന്താ ദുരിതപൂർണമായ അവസ്ഥയിലൂടെ ജനങ്ങൾ പോകുന്നത്. പണം കൊടുത്ത് മാറ്റാനാണെങ്കിൽ അവർക്കൊക്കെ അങ്ങ് പണം കൊടുക്കട്ടെ. പണം കൊടുത്ത് ആരെ വേണമെങ്കിലും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതിലോ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വിടാതിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അവന്റെ ജീവിത സാഹചര്യം ഒന്ന് മാറി കിട്ടുമല്ലോ, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ ആ മതത്തിൽ വിശ്വാസം ഇല്ലാത്ത ആ മതത്തിൽ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അവനും ആ മതത്തിനും നല്ലതാണ്. അങ്ങനെയുള്ളവർ ക്രിസ്ത്യാനിറ്റി പോകണമെന്നല്ല, അത് തന്നെയാണ് നല്ലത്. ഇപ്പൊ തന്നെ കന്തമാലിൽ തന്നെ ആ കലാപത്തിന് ശേഷം ഇപ്പോഴും സഭാ വളർച്ച നന്നായിട്ട് ഇവിടെ ഉണ്ട്. കാരണം ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് തിരിച്ചു പോകുന്നത് ക്വസ്റ്റ്യനാണത്. കന്തമാൽ കലാപമാകട്ടെ, മണിപ്പൂരിലെ പ്രശ്നങ്ങളാകട്ടെ, ഇപ്പം ഛത്തീസ്ഗഡിൽ ദൈനംദിനം നടക്കുന്ന ഈ പീഡനം, ഇത്രയും ശക്തമായ പീഡനങ്ങൾ, ലീഗൽ ഡിസ്ക്രിമിനേഷൻ, റേഷൻ കൊടുക്കാതിരിക്കുക, അവർക്ക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ അനുവാദമില്ല, സ്കൂളിൽ അവരെ പീഡിപ്പിക്കുക, അവർക്ക് ബാർബർ ഷോപ്പിൽ പോകാൻ അനുവാദമില്ല, അങ്ങനെയുള്ള ജോലിയിൽ വിവേചനം, ഇതെല്ലാം പേഴ്സിക്യൂഷനാണ്. ജോലി വിവേചനം, ഇതെല്ലാം ലീഗൽ ഡിസ്ക്രിമിനേഷനാണ്. പണ്ട് ഹിറ്റ്ലർ യഹൂദന്മാർക്ക് ചെയ്തപോലെ പുതപ്പ് കൊടുക്കുന്നില്ല, തണുപ്പത്ത് മുട്ടയും പാലും കൊടുക്കുന്നില്ല, മെഡിസിൻ കൊടുക്കുന്നില്ല, വാക്സിൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ആ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ. ഇതൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ വലിയ കാരണം എന്താ? ക്രൈസ്തവ ദർശനമാണ്. ആ റീബർത്തിലേക്ക് അവരെ നയിച്ചത്, കൺവേർഷനിലേക്ക് അവരെ ഇത് കൺവേർഷൻ അല്ല, കൺവിക്ഷനാണ്. ഇത് കൺവേർഷൻ അല്ല, ഇത് മാനസാന്തരം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. മനസ്സിൻ്റെതായിട്ടുള്ളൊരു മാറ്റമാണല്ലോ ഇവിടെ ഉണ്ടാകേണ്ടത്. സാറേ, 1950 വിവാദമായിട്ടുള്ള പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ ഇപ്പൊ 75 അതെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക്, പിന്നെ ബുദ്ധർക്കും ജൈനർക്കും ഒക്കെ കൊടുത്തെങ്കിൽ തന്നെ സിഖുകാർക്കും ഒക്കെ കൊടുത്തെങ്കിലും ക്രിസ്ത്യാനിക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരുന്നവന് അവന്റെ സംവരണം എടുത്തു കളഞ്ഞു. എന്നിട്ടും 1950 ശേഷം നാളിതുവരെ പട്ടികജാതിയിലുള്ള സഹോദരങ്ങൾ അവന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരുമ്പോൾ അവനെ പിന്നെ പ്രലോഭനത്തിലൂടെ കൊണ്ടുവന്നോ, അവന് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനവന്റെ സാമ്പത്തികമായ സുരക്ഷിതത്വം, അവന് എല്ലാ തരത്തിലുള്ള സംവരണമുണ്ട്, പിന്നെ അവന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, അവന് ഭവന നിർമ്മാണം, അത് മെഡിക്കൽ എൻട്രൻസ് എല്ലാം ഉണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ട, അതിനേക്കാൾ വലുത് ക്രിസ്തുവാണ്, എന്റെ രക്ഷയാണ്, ആത്മാവിന്റെ രക്ഷയാണ് വലുതെന്നും പറഞ്ഞു വരുന്നത്. ആ സാഹചര്യത്തിൽ പണം കൊടുത്ത് മതം മാറ്റുന്നതാണ് ക്രൈസ്തവ സമൂഹം എന്ന് സുബോധമുള്ള അറിഞ്ഞുകൊണ്ടാണ് ഷായ് സാറെ, അറിഞ്ഞുകൊണ്ടാണ് 1950 പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ പട്ടികജാതി എന്ന് ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് ആനുകൂല്യം നഷ്ടപ്പെടുകയാണ്. പട്ടിക സ്റ്റാറ്റസിൽ നിന്ന് അവർ പുറത്തു പോവുകയാണ്. അതവർ മനഃപൂർവ്വം. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് മെഡിക്കൽ എൻട്രൻസിൽ കിട്ടത്തില്ല, ഞങ്ങൾക്ക് സിവിൽ സർവീസിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെയുള്ള ഒരു ആനുകൂല്യങ്ങളും പറ്റത്തില്ല, ഞങ്ങൾക്ക് തൊഴിൽ സംവരണം എല്ലാം നഷ്ടപ്പെടുത്തി ഗോതമ്പ് നിലത്ത് വീണിയാകുന്നില്ല എങ്കിൽ എന്ന് പറയുന്ന പോലെ നല്ല നഷ്ടപ്പെടുത്തി കഴിഞ്ഞ 75 വർഷമായി ഇന്ത്യയിലെ പട്ടികജാതി തന്നെ അനവധി ആൾക്കാർ, വിവിധ ഗ്രൂപ്പുകളുണ്ട്. ഈ പട്ടികജാതിക്കാർ, ട്രൈബിനുണ്ട്, പട്ടികജാതിക്കാർ ഈ ആനുകൂല്യങ്ങളും സംവരണവും പട്ടികജാതി സ്റ്റാറ്റസും ഈ പ്രിവിലേജും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ അവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലെ അതിൻ്റെ പിന്നിലെ ഘടകം ഭൗതികമേ അല്ല, മെറ്റീരിയൽ തിങ്സ് അല്ല, മെറ്റീരിയൽ ബെനിഫിറ്റ് അല്ല. മനസ്സിലല്ലേ? അത് പറഞ്ഞ് അവരെ ഇങ്ങനെ കളിയാക്കുവാനല്ല. സഭ കൊടുത്താൽ ഇവർക്ക് എന്നാ കൊടുക്കാനാ? അതെ, സ്കൂള് തുറക്കുമ്പോൾ ചിലപ്പോൾ അവന്റെ കുഞ്ഞിനൊരു ബാഗും 4 പുസ്തകവും കൊടുക്കുമായിരിക്കും. എന്നാൽ അവന്റെ കുഞ്ഞുങ്ങൾക്ക് ലംശങ്കാരന്, അവന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സ്കോളർഷിപ്പുകള്, അവന്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി സംവരണം, അഡ്മിഷനിൽ സംവരണം,
ഇതെല്ലാം കൊടുക്കുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു വരുമ്പോൾ ഇവിടെ കൊടുക്കുന്ന 4 ബുക്കിന് വേണ്ടിയാണ്. അതിപ്പോൾ പാൽപ്പൊടി പട്ടികജാതിക്കാരും ആദിവാസികളെ കുറിച്ച് പറയുന്നു. ഈ തൃശ്ശൂരുകാരനായ ഒരു പത്മനാഭ മേനോൻ പിന്നീട് ജോൺ ധർമ്മതീർത്ഥരായി. അദ്ദേഹം പാൽപ്പൊടി വാങ്ങിച്ചുകൊണ്ട് ഇതിൽ വന്നത്. ആ പത്മനാഭ മേനോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ജാതി പ്രിവിലേജ് നമ്മുടെ സമൂഹത്തിൽ പറയുന്ന പ്രിവിലേജ് ഉള്ള ഒരാൾ. ആൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാകുന്നു, ധർമ്മതീർത്ഥം. അദ്ദേഹം പിന്നെ ക്രിസ്ത്യാനിറ്റിയാണ് ശരിയെന്ന് പറഞ്ഞ് ജോൺ ധർമ്മതീർത്ഥം. നമ്മുടെ നിയമസഭയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പള്ളിയാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. ശിവഗിരി എന്ന് മിക്കവാറും ആൾക്കാർ അവിടെ വരാറുണ്ട് കല്ലറ കാണാനും, അവിടെ പിന്നെ പുഷ്പാർച്ചനയ്ക്ക് വേണ്ടിയൊക്കെ വരാറുണ്ട്. ആ ജോൺ ധർമ്മതീർത്ഥരായത് എങ്ങനെയാണ് ദേവസഹായം പിള്ളയായത്. അപ്പോൾ ഇത് പാൽപ്പൊടിയും പതപ്പും അല്ലെങ്കിൽ പൈസ മാറ്റിക്കൊണ്ടൊന്നും വരുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയും ഇത് കൺവിക്ഷനാണ്, ഇത് കൺഫർമേഷനാണ്. ഈ ഭാരതീയന്റെ ഒരു വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഭരണഘടന. ഇപ്പോൾ ഈ സംഭവം, ഇപ്പോൾ ഈ ഭേദഗതി തന്നെ, അതിൻ്റെ വ്യവസ്ഥകൾ തന്നെ ഭരണഘടന അവകാശങ്ങളിന്മേലുള്ള ഒരു കടന്നുകയറ്റമായി മാറുകയാണ്. തീർച്ചയായും ഞാനിപ്പോൾ പറഞ്ഞു മുമ്പ് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ നിയമങ്ങളും ആന്റി കൺവേർഷൻ ബിൽ. കൺവേർഷൻ ബില്ലിൻ്റെ പേര് തന്നെ രസമാണ് പ്രകാശ് സാറേ. മതസ്വാതന്ത്ര്യ ബിൽ എന്നൊക്കെയാണ് പറയുന്നത്. മതസ്വാതന്ത്ര്യ ബിൽ എന്നൊക്കെയാണ് പേര്. കേൾക്കുമ്പോൾ മതസ്വാതന്ത്ര്യ ബിൽ അതില്ല. അത് ഭരണഘടന നിങ്ങൾ നോക്കൂ, ഏറ്റവും നമ്മൾ പ്രജകളിൽ നിന്ന് നമ്മൾ പൗരന്മാരാകുകയാണ്. ഭരണഘടന തരുന്നതിന് മുമ്പേ അംബേദ്കർ മനുസ്മൃതി കത്തിക്കുന്നുണ്ട്. നമ്മളെല്ലാം തുല്യരാണ്, എല്ലാവരും തുല്യരാണ്. നല്ല തുല്യരല്ല. സൃഷ്ടിപ്പിൽ പോലും തുല്യതയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. സൃഷ്ടിപ്പിൽ പോലും അസമത്വമാണ്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഒരാളെ തലയിൽ നിന്ന് ഒരാളെ കാലിൽ നിന്നാണല്ലോ. അത് ഇക്വാളിറ്റി അല്ല, സൃഷ്ടിപ്പിൽ തന്നെ അസമത്വമാണ്. പക്ഷേ ഈ കാണുന്ന എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ഇമേജ് ആണെന്ന് പറഞ്ഞത് സമത്വമാണ്. നമുക്ക് 3 പേരിലും ദൈവത്തിൻ്റെ ഇമേജ് ഉണ്ട്. ഈ ഇരിക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ ഇമേജ് ഉണ്ട്. ഹിസ് ഓൺ ലൈക്ക്നെസ് ആൻഡ് ഇമേജ്. അത് ഈ ലോകത്തിലെ 800 കോടിയിലധികം ജനതയും ദൈവത്തിൻ്റെ ഇമേജ് ആണെന്ന് പറയുന്നത് സൃഷ്ടിപ്പിൽ ഇക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 17 അധ്യായത്തിൽ പറയുന്നത് ഒരുത്തനെന്ന് സകല മനുഷ്യരുളവാക്കി, മെയ്ഡ് ബൈ ഔട്ട് ഓഫ് വൺ ബ്ലഡ്. ഈ ഗ്ലോബിലെ ഉള്ള സകല മനുഷ്യർ ഒരു രക്തത്തിൽ നിന്നുളവായി എന്ന് പറയുന്ന ഗ്രന്ഥം ബൈബിളാണ്. അങ്ങനെ ഉള്ളപ്പോഴാണ് അസമത്വം, സൃഷ്ടിപ്പിൽ തന്നെ അസമത്വം. അംബേദ്കർ പറഞ്ഞു ഇനി എല്ലാവരും തുല്യരാണ്. അതാണ് ഈ ഭരണഘടന. ആർട്ടിക്കിൾ 14 We the people of India. അങ്ങനെ ചർച്ച വന്നു. ദൈവത്തിന്റെ പേരിൽ, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പേരിൽ നമുക്ക് ഭരണഘടന അത് വോട്ടിനിട്ടിട്ട് പരാജയപ്പെട്ടു പോയി. ദൈവത്തിന്റെ പേരിൽ വേണ്ട. അപ്പൊ ഏത് ദൈവമാണെന്ന് തർക്കം വരുമല്ലോ. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലാണ് ഭരണഘടന ആരംഭിക്കുന്നത്. അതിന്റെ പ്രിയാമ്പിളാണ്. ആ ഭരണഘടനയുടെ രാഷ്ട്രീയം സാമൂഹികതയുടെ രാഷ്ട്രീയമാണ്. ആ ഭരണഘടനയുടെ സ്പിരിറ്റിനെ, അന്തസ്സിനെ ഇല്ലാതാക്കുന്നതാണ് ഈ നിയമങ്ങളെന്ന് പറയുന്നത്. അതിലാണ് ആർട്ടിക്കിൾ 14. ഭരണകൂടത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ആർക്കും അസമത്വമില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല. റേസിന്റെ, മതത്തിന്റെ, ബർത്ത് പ്ലേസിന്റെ, ജെൻഡറിന്റെ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ അവസര സമത്വമുണ്ട്. ഇതെല്ലാം പറയുന്നു. ഞാനിപ്പോൾ പറഞ്ഞ ആർട്ടിക്കിൾ 21 എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് ലിബർട്ടിയാണ്, വ്യക്തി സ്വാതന്ത്ര്യം. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാൻ ഏത് ദൈവത്തെ ആരാധിക്കും, ഏത് മതം തിരഞ്ഞെടുക്കും. ജസ്റ്റിസ്, ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി. അതെ, ജസ്റ്റിസിനെതിരായി നിയമം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നലെ ചെയ്ത ഇന്ന് ആരാണ്ട് തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് എടുത്തു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത തെറ്റിന് എന്റെ പിതാമഹനെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റിസിന് കയറുന്നില്ല. ഇനിയും ഇക്വാളിറ്റി, ഇതിനകത്ത് എന്നാ ഇക്വാലിറ്റിയാണ് വരുന്നത്? ഇവിടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെതായിട്ടുള്ള FCR പുതുക്കാൻ പോകുമ്പോൾ പ്രയാസം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റു പലർക്കും പ്രയാസം ഉണ്ടാകുന്നില്ല. ഇക്വാലിറ്റിയുടെ എലമെന്റ് അവിടെ പോയി. ലിബർട്ടി, എനിക്ക് ഇഷ്ടമുള്ള മതത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉടനീളം നൽകുന്നുണ്ട്. ഈ ഭരണഘടന തന്നെ ലിബർട്ടി പ്രദാനം ചെയ്യുന്നത്. അങ്ങനെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് തന്നെ എതിരാണ് ഇതിലെ പല പ്രോസസ്. ഈ ഭേദഗതി ബിൽ ക്രൈസ്തവ സഭയിൽ തന്നെ യഥാർത്ഥത്തിൽ എല്ലാ സഭാധ്യക്ഷർക്കും ബോധ്യമായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ചിലരത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാൽ വിശ്വാസി സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേർ മാത്രമേ ഇത് മനസ്സിലാക്കിയിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളും സഭകളും അതുപോലെ തന്നെ വിവിധ കൂട്ടായ്മകളും ഒക്കെ നടത്തുന്നത് ക്രൈസ്തവ സഭകൾ തന്നെയാണ്. പ്രത്യേകിച്ച് അനാഥശാലകൾ, ആതുരാലയങ്ങൾ ഒക്കെ ഏറ്റവും കൂടുതലായി നടത്തപ്പെടുന്നത് ക്രൈസ്തവ സഭകൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി അവർക്ക് സംഭവിക്കാൻ പോകുന്നത്? സാറേ, അത് ചോദിച്ചപ്പോൾ വളരെ റെലവെന്റ് ആയിട്ടൊരു ചോദ്യം. ഇവിടെ പലരും പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നിർത്ത്, ഞങ്ങൾ അങ്ങ് ചെയ്യാമെന്ന് പറയും. നമുക്കെല്ലാം അറിയാവുന്ന ഒരു സംഘടനയാണ് കമ്പാഷൻ ഇന്റർനാഷണൽ.
ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ആ ഒരു സൗജന്യ സൂക്ഷൻ. അതെ, ആ അവിടെ ഒരു മതപരമായ പഠിപ്പിക്കലില്ല, സൗജന്യമായ ശുശ്രൂഷ. അവർക്ക് ആഹാരം ലഭിക്കുന്നു, സ്കോളർഷിപ്പ് ലഭിക്കുന്നു, ട്യൂഷൻ സൗജന്യമായി ലഭിക്കുന്നു. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാ കമ്പാഷൻ ഇന്റർനാഷണൽ ഇന്ത്യയിലെ പ്രവർത്തനം നിരോധിച്ചത് നിമിത്തം വഴിയാധാരായി. അവർക്ക് പകരം ക്രമീകരണം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആരാ മുന്നോട്ട് വരാൻ? എന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ല? എന്തിന്? ഇവിടെ പല നിയമങ്ങളുമുണ്ട്. ഇപ്പൊ സീനിയർ സിറ്റിസൺസ് ആക്ട് അനുസരിച്ച് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് എല്ലായിടത്തും ആവശ്യമായ ക്രമീകരണം വേണം. ഇപ്പോഴും പലപ്പോഴും നമുക്കറിയാമല്ലോ, എവിടെയെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ഉടനെ സർക്കാർ സമീപിക്കുന്നത് ഏതെങ്കിലും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്നാണ്. കാരണം ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്ന ക്വാളിറ്റി, അവിടെ ലഭിക്കുന്ന സേവന താല്പര്യം. ഇപ്പൊ ഈ മദർ തെരേസയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ മിഷണറിമാരും ഒക്കെ ഈ സേവനം ചെയ്ത് എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നില്ല. വളരെ സുഖകരമായ ജീവിതം നയിച്ച ഒരു ചെറുപ്പക്കാരി ഇവിടെ വന്ന് കൽക്കത്തയിലെ തെരുവുകളിൽ ജീവിതം ഹോമിച്ച് തന്റെ കുഞ്ഞുങ്ങളെ, കുഷ്ഠരോഗികളെ അവരുടെ വ്രണവും ഒപ്പി അവര് പോയത് ക്രിസ്തുവിന്റെ സ്നേഹം അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അവരെ പോലും മതപരിവർത്തനക്കാരിയാക്കി മാറ്റി. സാറേ, മദർ തെരേസയൊക്കെ ജീവിച്ചല്ലേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒന്നും അല്ലെങ്കിലും ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ഇവിടെ വേണമെങ്കിലും 10-16 മണിക്കൂർ കൊണ്ട് വരാം. എന്നാൽ ജയ്സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ വന്ന മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളോളം കപ്പലിൽ യാത്ര ചെയ്ത് ഇവിടെ ഇറങ്ങിയിട്ട് മാസങ്ങളോളം റോഡിലൂടെ യാത്ര ചെയ്ത് രാജസ്ഥാനിലും മറ്റും പോയി ജോലി ചെയ്ത് അവിടുന്ന് പുറത്തു പോകാൻ കഴിയാതെ അവിടെ തന്നെ രോഗം വന്ന് മരിച്ച വില്യം കേറിക്ക് ബ്രിട്ടീഷുകാര് വിസ കൊടുത്തില്ല. പുള്ളി ഡച്ചുകാരുടെ അധീനതയിലുള്ള കോളനി വന്നിറങ്ങി. വന്ന് വില്യം കേറിയെ വായിക്കപ്പൽ തിരിച്ചു വിട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാര് അതൊരു തെറ്റിദ്ധാരണ. ഈ ബ്രിട്ടീഷുകാർ മിഷണറിമാരല്ല കേട്ടോ. ബ്രിട്ടീഷുകാര് മിഷണറിമാർക്ക് പിന്തുണ കൊടുത്തിരുന്നില്ല. പിന്നെ അവര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവര് പാതിരിമാരെ കൊണ്ടുവന്ന് തന്നെ അവിടെ ചാപ്പൽ സർവീസിനും അവരുടെ ഉദ്യോഗസ്ഥർക്കും വേണ്ടി മാത്രമാണ്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് വന്നത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടവർ പ്രവർത്തിക്കാൻ പോലും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. 1816 ആലപ്പുഴ എന്തുവാ നോർത്തായി. ഇപ്പോഴത്തെ ആലപ്പുഴ പാലവും റോഡും ഒക്കെ നമുക്കറിയാം. അപ്പർ കുട്ടനാട് മേഖലയിലെ അസൗകര്യങ്ങൾ, വെള്ളക്കെട്ടിനെ കുറിച്ച് 1816 തോമസ് നോട്ടന് 2 കെട്ടുവള്ളം തമ്മിൽ ചേർത്തിട്ടിട്ടാണ് അത് ആശുപത്രി ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആളുകളുടെ അടുത്ത് ചെല്ലുകയാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന അഗതികള്, പിന്നെ വൃദ്ധര്, ഡി അഡിഷൻ സെന്ററുകള്, കൗൺസിലിംഗ് സെന്ററുകള്, അതുപോലെ തന്നെ കുട്ടികളുടെ ഇപ്പം ഗ്രഹാം സ്റ്റേറ്റ്സ് പിന്നെ കുഷ്ഠരോഗികളുടെ ഓസ്ട്രേലിയയിലൊക്കെ നന്നായിട്ട് പുള്ളി ജീവിക്കരുത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പം ഈ സന്നദ്ധ സംഘടനകളുടെ അല്ലെ പൗരസമൂഹ സംഘടനകളുടെ തണലിൽ കഴിയുന്ന അനാഥരുടെ, അഗതികളുടെ പിന്നെ ചോറിൽ മണ്ണ് വാരിടുന്ന പരിപാടിയും കൂടിയാണ് ഇതാണ്. ഇന്നത്തെ വേറെ ഫണ്ട് കൈമാറ്റം സാറ് സൂചിപ്പിച്ചല്ലോ. ഫണ്ട് കൈമാറ്റവും തടയപ്പെടും. കാരണം നേരിട്ട് കിട്ടുന്ന ഫണ്ട് പിന്നെ ലൈസൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് ഇത് കൈമാറാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ചെറുകിട സംഘടനകൾക്കും അനാഥാലയങ്ങൾക്കും അല്ലെങ്കിൽ അവർക്കൊന്നും ഇത് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ടോട്ടലി ഈ ബില്ല് നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് കൃത്യമായി ഇത് വരിഞ്ഞു മുറുക്കുക, പിടിച്ചെടുക്കുക, വരുതി നിർത്തുക, അതിലൂടെ ക്രൈസ്തവ സഭയും ക്രൈസ്തവ സഭാ നേതൃത്വത്തെയും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ള ഒരു പൊളിറ്റിക്സ് കൂടി നടന്നു കൃത്യമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് ഈ ബില്ല് സംബന്ധിച്ച് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് പാർലമെന്റ് വലിയ വിഷയമായിരുന്നു. ബില്ല് ഇന്ന് ചർച്ച ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അതിപ്പം പലയിടത്ത് ഇലക്ഷൻ നടക്കുക. കേരളത്തിലും പിന്നെ തമിഴ്നാട്ടിലും ബംഗാളിലും ആസാമിലൊക്കെ ഇലക്ഷനാണല്ലോ. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഇതിപ്പോൾ പോസ്റ്റ്പോൺ ചെയ്ത് മന്ത്രിസഭ ഉപസമിതിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ വിടുമായിരിക്കും ചിലപ്പം. എന്നാൽ തന്നെ അത് ഒരു ബില്ല് പാസ്സാക്കാൻ പ്രതിപക്ഷം വോക്കൗട്ട് ചെയ്താലും പാസ്സാക്കാനുള്ള മെജോറിറ്റി ഈ പാർലമെന്റിലുണ്ട്, രാജ്യസഭയിലുണ്ട്, ലോക്സഭയിലുണ്ട്. ഈ ബില്ല് പാസ്സായി പോകും. ആ രീതിയിൽ തന്നെ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ അറിയാത്തവരല്ലല്ലോ ഇത് ചെയ്യുന്നത്, അറിയാത്തവരല്ലല്ലോ. അതുകൊണ്ട് പ്രതിഷേധം പോലെ നടക്കും. പക്ഷേ ഈ ബില്ല് നിയമമാക്കാനും പാസ്സാക്കാനുള്ള മെജോറിറ്റി ഉണ്ടാകും. ഒരു കാര്യം പറഞ്ഞ് ഞാൻ മനസ്സിൽ വന്നപ്പോൾ ഓർക്കണം. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ പണ്ടൊരു കാര്യമുണ്ട്. ഈ കമ്മ്യൂണൽ മെജോറിറ്റി പൊളിറ്റിക്കൽ മെജോറിറ്റി ആയാൽ വലിയ പ്രശ്നമാണ്. പറഞ്ഞത് കമ്മ്യൂണൽ മെജോറിറ്റി. അപ്പം പുള്ളി പൊളിറ്റിക്കൽ ഡെമോക്രസിയെ കുറിച്ചും പറഞ്ഞു, സോഷ്യൽ ഡെമോക്രസിയെ കുറിച്ചും പറഞ്ഞു. പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മൂല്യം ഒന്നാണ്. നമ്മുടെ വോട്ടിനെല്ലാം ഒറ്റ മൂല്യമാണ്.
നിങ്ങൾ ആരാണെങ്കിലും നമ്മൾ മൂന്നുപേരും ഒരുപോലെയാണ്. കാരണം അതാണ് രാഷ്ട്രീയ ജനാധിപത്യം. നമ്മുടെ വോട്ടിന് ഒരേ വിലയാണ്, ഒരേ മൂല്യമാണുള്ളത്. സാമൂഹിക ജനാധിപത്യം അതല്ല. സോഷ്യൽ ഡെമോക്രസി നടപ്പിലാക്കണമെങ്കിൽ കാസ്റ്റ് ഒരു പ്രശ്നമാണ്. അത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ജാതി ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ജാതിയുടെ നിർമൂലനത്തോടെ മാത്രമേ സാമൂഹിക ജനാധിപത്യത്തിലേക്ക് നമ്മുടെ സമൂഹം വരത്തുള്ളൂ. എങ്കിൽ മാത്രമേ ജനാധിപത്യം അർത്ഥപൂർണ്ണമാകത്തുള്ളൂ. അല്ലെങ്കിൽ പുറന്തള്ളലുണ്ടാവും, ആളുകളെ പുറന്തള്ളും. ഇപ്പം തന്നെ തിരഞ്ഞെടുപ്പ് വരുന്നു, സ്ഥാനാർത്ഥികൾ വന്നു, വികസനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. വികസനത്തിനകത്ത് ആദിവാസികൾ, ദളിതർ, സാധാരണക്കാർ, പാവപ്പെട്ടവർ. ഇപ്പം തന്നെ ഒരു തിരഞ്ഞെടുപ്പ് വന്നു, 20 ലക്ഷത്തിലധികം വരുന്നു പരിവർത്തന ക്രൈസ്തവരാണ് കേരളത്തിലുള്ളത്. ഒരു സീറ്റില്ല. 1960 2ാം നിയമസഭയിൽ പി ചാക്കോ എന്ന് പറയുന്ന ആൾ, നാം ഇവിടുന്ന് സംസാരിക്കുന്ന തിരുവല്ല മണ്ഡലത്തിൽ നിന്ന് ഒരാൾ ജയിച്ചതാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി. ഇന്നത്തെ CPI സ്ഥാനത്ത് ഒപ്പിച്ച. അതിനുശേഷം ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ, ഒരു പരിവർത്തന ക്രൈസ്തവ സ്ഥാനാർത്ഥിയില്ല. ഞാൻ പറഞ്ഞ വികസനം, സാമൂഹ്യ ജനാധിപത്യം അർത്ഥപൂർണ്ണമാകണമെങ്കിൽ എല്ലാവരും ഇൻക്ലൂസീവാണ്. പുറന്തള്ളൽ പാടില്ല, ബഹിഷ്കരണം പാടില്ല. ഘടനാപരമായ അസമത്വങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പുറന്തള്ളൽ. അത് കുറച്ചുകൊണ്ട് തന്നെ വരണം. അത് മുൻകണ്ടുകൊണ്ടാണ് ഒരു ക്രാന്തദർശിയെ പോലെ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, കമ്മ്യൂണൽ മെജോറിറ്റി പൊളിറ്റിക്കൽ മെജോറിറ്റി ആയാൽ ഈ രാജ്യം അപകടത്തിലാവും. അന്ന് പറഞ്ഞ് നടക്കുകയാണ്. കമ്മ്യൂണൽ മെജോറിറ്റി പൊളിറ്റിക്കൽ മെജോറിറ്റി ആയാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എക്സിക്യൂട്ടീവിൽ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ആശ്രമങ്ങളിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. കേരളത്തിലെ പല ആശ്രമങ്ങളിലും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് സമീപകാലത്ത്. വല്ലതും പിടിച്ചോ? പിടിച്ചില്ല. പല വിഷയങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. അതായത് പല സംഘടനകളുടെയും FCR നമ്മൾ കൃത്യമായി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രയാസമുള്ള. ഈ അടുത്തിടയിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് നമ്മുടെ ഇവിടെ ഒരു ആശ്രമത്തിൽ മരിച്ചു. അവനെ പീഡിപ്പിച്ച് അവനെ കൊന്നുകളഞ്ഞു. ഒരു അന്വേഷണം ഉണ്ടായില്ല. പല ആശ്രമങ്ങളിലും ആത്മഹത്യ നടന്നിട്ടുണ്ട്, മരണം നടന്നിട്ടുണ്ട്. പല ഇവിടെ വന്നിട്ടുള്ള വിദേശ വനിതകൾ പിന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതാ വിശുദ്ധ നരകം, ട്രേഡ് വെല്ലിൻ്റെ ഒക്കെ. അപ്പം ഇതൊക്കെ നടന്നിട്ട് എന്താ അന്വേഷണം നടക്കാത്തത്? അതാണ് എക്സിക്യൂട്ടീവിലെ സമഗ്രാധിപത്യം എന്ന് പറയുന്നത്. അതിൽ ഒരു സവർണ ഒളിഗാർക്കി ഭരിക്കുന്ന ഈ രാജ്യത്ത് നിങ്ങളൊരു നീതിയും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കരിനിയമങ്ങൾ ഉണ്ടായിക്കോട്ടെ. അതിൽ എനിക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം. ഒന്ന്, കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് പാർലമെന്റിൽ ജനപ്രതിനിധികളുടെ റെസ്പോൺസ് മനസ്സിലാക്കിയതിന് ശേഷം അതോടൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരൊക്കെ അവരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഈ പറഞ്ഞ വിവാദ ക്ലോസ് ഒരു പക്ഷേ മാറ്റിയേക്കാമെന്ന് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കാൻ ഒരു ആ നിലയിൽ ഞാൻ ചിന്തിക്കുന്നു. കാരണം ഈ ഞാൻ പറഞ്ഞ കരിനിയമം എന്ന് പറയുന്ന രീതി ഇപ്പോൾ ക്ലോസ് ഉണ്ട്. അതായത് അസറ്റ് സാറെ തെറ്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ശിക്ഷിക്കാൻ പറ്റും. ഇനി അത് മാത്രമല്ല, ഞാനത് 5 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 5 ലക്ഷത്തിന്റെ അസറ്റെ പിടിക്കാൻ പറ്റും. ഈ 50 ലക്ഷത്തിന്റെ അസറ്റ് കൂടെ പിടിച്ചോണ്ടാ പറഞ്ഞു. അതായത് അതിലെന്തെങ്കിലും മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമതായി, ഇവിടെ ഈ ക്രൈസ്തവ സമൂഹത്തെ പലരും ഭയപ്പെടുത്തുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾ തടയും, നിങ്ങളുടെ സാമൂഹിക സേവന സ്ഥാപനങ്ങൾ തടയും. ഇതൊക്കെ തടഞ്ഞ ക്രൈസ്തവ സമൂഹത്തിനെല്ലാം പ്രശ്നം. നമ്മളിതൊക്കെ ചെയ്യുന്നത് ക്രിസ്തു സ്നേഹത്തിന്റെ ഭാഗമായി ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നത് എനിക്ക് ചെയ്തു എന്നുള്ള ക്രിസ്തു വചനം ഉൾക്കൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഇവിടെ പറയുന്നത്. സ്കൂളുകളും കോളേജുകളും നമ്മളെ ചെയ്തില്ലായിരുന്നെങ്കിലോ ഇപ്പൊ അമൃത കൗർ ഇല്ലേ, പിന്നെ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ ആരോഗ്യ മന്ത്രിയായിരുന്നു. അവരാണ് ഡൽഹിയിലെ എയിംസ് ഉൾപ്പെടെ വന്നത്. ഇപ്പം നമ്മുടെ മദ്രാസിലെ പിന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജ് മുതൽ ഈ തിരുവല്ല മെഡിക്കൽ മിഷൻ വരെ, അല്ലെങ്കിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് മുതൽ കൽക്കട്ട ക്രിസ്ത്യൻ കോളേജ്, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തുവാണ്? ഇപ്പം നമ്മുടെ രാജ്യത്തെ നേതാക്കന്മാരിൽ പലരും, പല രാഷ്ട്ര നേതാക്കന്മാരിൽ പലരും ഈ സ്കൂളിലൊക്കെ പഠിച്ചവരാ. അവർ പഠിച്ച സ്കൂളുകൾ നേരിട്ട് അത് ഉപപ്രധാനമന്ത്രിയാണ്. അതെ, അദ്ദേഹം ഉപപ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് പ്രസംഗിച്ചു. അദ്ദേഹം ലാഹോറിൽ ഈ മിഷണറിമാർ നടത്തിയ സ്കൂളിലാണ് പഠിച്ചത്. അദ്ദേഹത്തിന്റെ സ്വഭാവ രൂപീകരണത്തില് അദ്ദേഹത്തെ ഏറ്റവും സഹായിച്ചത് മിഷണറി സ്കൂളാണ്. അന്നേരം ഈ രാജ്യം ഇതുപോലായത് മിഷണറിമാർ വന്നതുകൊണ്ട്, നമ്മുടെ വേഷവിധാനം ഇതൊക്കെ ആയത് മിഷണറിമാർ വന്നതുകൊണ്ട്. സാറേ, 200 കൊല്ലം മുമ്പ് കേരളത്തിലെ വേഷവിധാനം ഉണ്ടായിരുന്നു. അന്നേരം അതിനൊക്കെ മാറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സ്കൂള് പിടിച്ചാലും നമ്മുടെ കോളേജ് പിടിച്ചാലും പള്ളികൾ പിടിച്ചാലും അതുകൊണ്ടൊന്നും ക്രിസ്തു സഭയോ ക്രിസ്തു വിശ്വാസമോ ഇല്ലാതാകുമെന്ന് ആരും ചിന്തിക്കണ്ട. പീഡനം എവിടെയുണ്ടോ അവിടെ സഭ ശക്തമാകും.
രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്ത് എന്ന തെർത്തുല്യന്റെ വാക്യമാണ് നമ്മെ ഓരോരുത്തരെ നയിക്കുന്നത്. നമ്മുടെ നാഥൻ തന്നെ ജീവൻ കളഞ്ഞ ആളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആതുരാലയങ്ങൾ, അതുപോലെ തന്നെ അനാഥശാലകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളും സഭകളും പ്രസ്ഥാനങ്ങളുമാണ്. ഈ പ്രസ്ഥാനങ്ങൾ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമോ? തീർച്ചയായിട്ടും അതിജീവിക്കും. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടും വലിയ പ്രതിസന്ധിയാണ് ക്രൈസ്തവ സഭ നേരിട്ടുള്ളത്. ക്രൈസ്തവയുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ കൈസർമാർക്ക് പറ്റാത്ത ഇനി ആർക്കും പറ്റത്തില്ല. റോമൻ കൈസർമാർ നീറോയും മാർക്കസും ട്രാജനും ഡൊമീഷ്യനും ഡയക്ലീഷ്യനും വെസ്പേഷ്യനും വലേറിയനും, ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് സഭാചരിത്രം പഠിപ്പിക്കുന്ന ആളാണ്. ഇവരെല്ലാവരും നോക്കിയിട്ട് തകർക്കാൻ പറ്റാത്ത സഭ ഇനി ആർക്കും തകർക്കാൻ പറ്റത്തില്ല. നീറോയ്ക്ക് പറ്റാത്തത്, കൈസർമാർക്ക് പറ്റാത്തത്, ഹേരോദാവിന് പറ്റാത്തത് ഇനി ആർക്കും പറ്റുന്നില്ല. അത്രയ്ക്ക് വലിയ മതവീടുകളിലൂടെയാണ് സഭ കടന്നു പോയത്. അതിനെ അതിജീവിച്ചെങ്കിൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കും. ലോകത്തെമ്പാടും ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പം നിസ്സാരമായ നിയമത്തിൻ്റെ കാര്യം പറയുന്നു. ഉത്തര കൊറിയയിൽ, ചൈന, എറിട്രിയ, സുഡാന്, പിന്നെ ലിബിയ, നൈജീരിയ, ഇറാന്. ഇന്ന് ഏറ്റവും കൂടുതൽ റിവൈവൽ നടക്കുന്ന സ്ഥലം ഇവിടെ ഇറാനാണ്. ഇറാനിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ റിവൈവൽ നടക്കുന്നതും അണ്ടർഗ്രൗണ്ട് ചർച്ച വളരുന്നതും. ചൈനയിൽ പിന്നെ അണ്ടർഗ്രൗണ്ട് ചർച്ച വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തര കൊറിയ വലിയ സഭ വളർച്ചയാണ്. ഇസ്ലാമിക് രാജ്യങ്ങൾ വലിയ വളർച്ചയാണ്. ഇതിന് ഏറ്റവും വലിയ വംശഹത്യ നടക്കുന്നത് നൈജീരിയയിലാണ്. ജനോസൈഡ് തന്നെയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഇതിനെക്കാട്ടും വലിയ തീവ്രമായ പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അന്തർദേശീയമായി. അപ്പോൾ സാർവദേശികമായും സഭ ഇങ്ങനെ പെർസിക്യൂഷൻ കൊണ്ടാണ് കടന്നു പോകുന്നത്. അവിടെ എല്ലാം സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. പിന്നെ വിദേശ ഫണ്ട് ക്രൈസ്തവർക്ക് മാത്രമല്ല, ഇപ്പം അമേരിക്ക തന്നെ ഞാനിന്ന് പകരം നോക്കിയപ്പോഴേ ഹിന്ദു എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ HEF എന്ന് പറയും. അതെ, ഹിന്ദു വിദ്യാഭ്യാസ ഫൗണ്ടേഷൻ HEF എന്ന് പറയും. ഹിന്ദു എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ HEF എന്ന് പറയും. ഇതെല്ലാം അമേരിക്ക പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അവിടുന്ന് ഫണ്ട് ശേഖരിച്ചിട്ട് ഇങ്ങോട്ട് അയക്കിയതാണ്. ഇസ്കോണിനെ പോലെ ഇവിടുത്തെ ആശ്രമങ്ങൾ എല്ലാം ക്രൈസ്തവ സഭകൾ കൂടുതൽ വിദേശ ഫണ്ട് വരുത്തുന്ന സംഘടനകളാണ് ഇതൊക്കെ. രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ ബോണ്ടെന്ന് പറഞ്ഞ് വലിയ വിഷയമായിരുന്നു ഇവിടെയൊക്കെ. രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്, വിദേശത്ത് കൊണ്ടുവരുന്നുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് വിദേശ ഫണ്ട് ഇല്ലാതെ തന്നെ സഭയുടെ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, സഭയുടെ ഒരു ദേശീയ സഭ എന്ന നിലയിൽ, ഇൻഡിജീനിയസ് ചർച്ച എന്ന നിലയിൽ ഈ സഭയ്ക്ക് സെൽഫ് പ്രൊപ്പഗേഷൻ, സെൽഫ് ഫണ്ടിങ്, ഇൻട്രസ്റ്റേറ്റ് രജിസ്ട്രേഷന്, ഇതൊക്കെ സഭയുടെ ഒരു മിഷൻ തന്ത്രങ്ങളാണ്, മിഷൻ സ്ട്രാറ്റജി തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ കൃത്യമായിട്ട് സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താനും, അതുപോലെ തന്നെ സഭയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനും സഭയ്ക്ക് ഇവിടെ തന്നെ സെൽഫ് ഫണ്ടിങ്, അത് മനസ്സിലാകുന്നുണ്ടല്ലോ. സെൽഫ് പ്രൊപ്പഗേഷൻ, സെൽഫ് ഫണ്ടിങ് എന്നൊക്കെ പറയും. ഇൻഡിജീനിയസ് ലീഡർഷിപ്പ്, ഇതൊക്കെ മിഷനിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ വിദേശത്ത് ഒരു ഫണ്ടിന് ആവശ്യമില്ല. ഇവിടെ ആളുകൾ അവിടെ സ്വമേധദാനത്തിലൂടെ, ഫണ്ടിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് സ്വമേധദാനത്തിലൂടെ, അവർ ഓഫറിങ്ങിലൂടെ ഈ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വയം പര്യാപ്തമായ ആൾക്കാർ ഇവിടെ. ആദ്യം പ്രകാശ് സാർ ചൂണ്ടിക്കാണിച്ച പോലെ ഇതെങ്ങനെ ഫോറിൻ ഫണ്ടൊന്നും അല്ല. ഇത് ഞങ്ങളുടെ സഭയിലെ അംഗങ്ങളാണ് പ്രവാസികളായി മിഡിൽ ഈസ്റ്റിലും കിഴക്കൻ യൂറോപ്യൻ സ്ഥലങ്ങളിലും നോർത്ത് അമേരിക്കയിലൊക്കെ താമസിക്കുന്നത്. അവരിവിടുത്തെ മെമ്പർഷിപ്പാണ്. അവരവിടെ പോയി പ്രവർത്തിക്കുകയാണ്. അവരിവിടുത്തെ പ്രവർത്തനങ്ങൾ കൊടുക്കുന്ന NRI ഫണ്ടുകളാണ്. മറുനാടൻ മലയാളികളുടെയാണ്. സഭ അംഗങ്ങളായിട്ടുള്ള ഈ സഭകളുടെ ശാഖകളും പ്രവർത്തനങ്ങളും സെൻറ്ററുകളും മിഷൻ സെൻറ്ററുകളും ഭദ്രാസനങ്ങളും എല്ലാ ഇടങ്ങളിലും ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാവരും ഇവിടുന്ന് പോയവർ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ കോന്നി അസോസിയേഷനുണ്ട്, റാന്നി അസോസിയേഷനുണ്ട്, തിരുവല്ല അസോസിയേഷനുണ്ട്, അവിടെ ഭദ്രാസനങ്ങളുണ്ട്, മിഷൻ സെൻറ്ററുകളുണ്ട്, സെമിനാരികളുണ്ട്, എല്ലാം ഉണ്ട്. മലയാളികളാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഫോറിനേഴ്സ് ഇങ്ങനെ ഫണ്ട് തരുന്ന വലിയ പരിപാടികളൊന്നും അല്ല. അത് തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങളിലൂടെ പരിചയമുറക്കുമ്പോൾ കൃത്യമായിട്ട് സഭയുടെ മിഷൻ സ്ട്രാറ്റജികൾ, മിഷൻ തന്ത്രങ്ങൾ കൃത്യമായിട്ട് ആവിഷ്കരിക്കും. അത് ഞാൻ ഈ പറഞ്ഞ പോലെയാണ് സെൽഫ് പ്രൊപ്പഗേഷൻ. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പീഡനമുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ സഭ എന്ത് ചെയ്യുന്നത്, അവിടെ കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യണ്ട, ഇൻഡിജിനസ് ലീഡർഷിപ്പ് മതി. ഗുജറാത്തുകൾ ലീഡർഷിപ്പിലേക്ക് വരട്ടെ, തെലുങ്കിന് ലീഡർഷിപ്പിലേക്ക് വരട്ടെ, പിന്നെ ആന്ധ്രയിൽ അവിടെ ഉള്ളവർ വരട്ടെ, അവരുള്ളൊരു ലീഡർഷിപ്പിലേക്ക് വരികയും മിഷൻ പ്രവർത്തനം അവർ നടത്തട്ടെ. ഇവിടുന്ന് ഒരാൾ പോയി ചെയ്യുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡിജിനസ് ലീഡർഷിപ്പിനെ വളർത്തിക്കൊണ്ട് വരിക, സഭ ഒരു ദേശീയ സഭയായിട്ട് നിൽക്കുക, സെൽഫ് പ്രൊപ്പഗേഷൻ നടത്തുക, ഇൻട്രസ്റ്റേറ്റ് രജിസ്ട്രേഷൻ ആയിട്ട് സഭകൾ നിൽക്കുക, അതുപോലെ തന്നെ സെൽഫ് ഫണ്ടിങ്, ഇവിടെ ഉള്ളവർ തന്നെ ഉള്ള പൈസ ചിലവാക്കി കാര്യങ്ങൾ ചെയ്യുക. ഇതിനെയൊക്കെ സഭ മറികടക്കും. എല്ലാ കാലത്തും മറികടന്നിട്ടുണ്ട്.
ഇതിനെയും മറികടക്കും. നമ്മുടെ സമയപരിമിതി മൂലം ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സഭാധ്യക്ഷരിൽ ഏറിയ പങ്കാൾക്കാർക്കോ അല്ലെങ്കിൽ വിശ്വാസികളിൽ ഏറിയ പങ്കിനും ഇത് സംബന്ധിച്ചൊരു ബോധ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചർച്ച അതിന് കാരണം അവർ സഹായകമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും നമ്മുടെ സമൂഹത്തോട് സാറിന് പറയാനുള്ളത് പറയാം ഈ വിഷയം സംബന്ധിച്ച്. ഒന്ന്, ഈ നിയമത്തിൻ്റെ പ്രയാസമുള്ള സെക്ഷൻ അത് അമെൻഡ് ചെയ്തുകൊണ്ട് സർക്കാർ നല്ല രീതിയിൽ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഇടപെടൽ സഭാ നേതൃത്വവും ജനങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ട്, FCRA ഫണ്ട് ഉണ്ടായാലും ഇല്ലേലും ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് തുടർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ തൊട്ട് ചുറ്റുമുള്ള, ഞാൻ ഈ ഇരിക്കുന്ന പ്രദേശത്തിന് ചുറ്റുമുള്ള കോളേജുകൾ, തിരുവല്ല മാർത്തോമ കോളേജ്, ടൈറ്റസ് സെക്കൻഡ് BEd കോളേജ്, കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ്, ഇതെല്ലാം മാർത്തോമ സഭയുടെ കോളേജുകളായതുകൊണ്ട് ഞാൻ അതിന്റെ ചുമതല ഇരുന്നുകൊണ്ട് എനിക്കറിയാം. ഇതൊന്നും FCRA ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയതല്ല. ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ സ്തോത്ര കാഴ്ച കൊണ്ട്, അവന്റെ സംഭാവന കൊണ്ട്, അവന്റെ പിടിയേരിയും മാസുവരിയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ക്രിസ്തു സഭയ്ക്ക് ഇതൊന്നും തടസ്സമല്ല. നമ്മൾ നമ്മുടെ വിശ്വാസികളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഉറപ്പിച്ചു നിർത്തിയാൽ നമുക്ക് മുൻപോട്ട് പോകുന്നതിന് ഇതൊന്നും പ്രശ്നമല്ല. തെറ്റ് ചെയ്യുന്നവൻ അനുതപിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത് ക്രിസ്തു സ്നേഹത്തിലേക്ക് വരും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ര മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഇവർ രണ്ടും പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ സൂചിപ്പിച്ച് ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുക. ഭാരതത്തിലെ സാമൂഹ്യ പരിവർത്തനം മിഷണറിമാരാൽ സംഭവിച്ചതാണ്. ആർക്കും അത് നിഷേധിക്കാനായിട്ട് കഴിയുകയില്ല. ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഇതുപോലെയുള്ള നിയമങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹത്തെ ഒതുക്കി നിർത്താമെന്നോ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടയാമെന്നോ എന്നുള്ളത്, തടയാമെന്നോ ശ്രമിക്കുന്നത് അതൊരു വ്യാമോഹം മാത്രമാണ്. ഇത്തരം സാഹചര്യത്തിൽ ക്രൈസ്തവ സഭയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ, പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിക്കാം. അപ്പോൾ തന്നെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ധാരാളം നിയമപരമായി, അതുപോലെ തന്നെ വിവിധ തരത്തിൽ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജനപ്രതിനിധികളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ സഭയ്ക്കും ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് അതിന് ഉത്സാഹിക്കാം. നല്ലൊരു ചർച്ചയായിരുന്നു. അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ്, അതുപോലെ തന്നെ പാസ്റ്റർ ജെയ്സ് പാടനാണ്, ഇരുവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.